ഹലോ ഡിയേഴ്സ്, +1 ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ, 4 മാർക്ക് കാറ്റഗറിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിലോട്ട് പോകുന്നതിന് മുന്നേ പുതുതായി വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് പറയുകയാണ്. പഴയവരാണെങ്കിൽ, ഓൾറെഡി ഇതൊക്കെ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നേരെ മുന്നോട്ടേക്ക് പോകാം. ഇതിനകത്ത് എൻ്റെ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അഡ്ഡപ്പടലം പൊട്ടിയവരെ വരെ, വളരെ കുറഞ്ഞ സ്കോറിലുള്ളവരെ വരെ കുറഞ്ഞ സമയം കൊണ്ട് മികച്ച മാർക്കിലോട്ട് എത്തിക്കാൻ മുൻ വർഷങ്ങളിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കാണിക്കുന്നത് ബിലോ ആവറേജ് ആയിട്ടുള്ള, അതായത് ഫെയിലായി ഒരു വർഷം പഠിച്ചിട്ട് 6 മാർക്കൊക്കെ ലഭിച്ച സ്റ്റുഡൻസ്, എന്നിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി, ഒരു സേ ബാച്ചിൽ ജോയിൻ ആയതാണ് +2 ഫെയിലായിട്ട്. എന്നിട്ട് പോലും കുറഞ്ഞ സമയം കൊണ്ട്, സേ എക്സാം എന്ന് പറഞ്ഞാൽ +2ന്റെ റിസൾട്ട് വന്നിട്ട് പിന്നെ വളരെ കുറഞ്ഞ ദിവസങ്ങളെ ഉണ്ടാവുള്ളൂ. ആ സമയത്തെ ക്ലാസ്സുകൾ കൊണ്ട് പോലും അവരെ ഫെയിലായ സ്റ്റുഡൻറ്റിനെ വരെ നമുക്ക് മികച്ച മാർക്കിലോട്ട് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരുപാട് കേസുകൾ, 1-2 കേസുകളൊന്നുമല്ല, ഒത്തിരി കേസുകൾ. ഇവരൊക്കെ കണ്ടോ, ഈ ഒരു മാർക്ക് ഞാൻ ഇവിടെ കാണിക്കാം. 16 മാർക്കായിരുന്നു +1 ഫിസിക്സ് അവർ ഫെയിലായിട്ട്. +2വിലോട്ട് അവർ +2 അങ്ങനെ മൊത്തത്തിൽ റിസൾട്ട് വന്നപ്പോൾ അവർ ഫെയിലായി. അങ്ങനെ, കാരണം +2 ഫിസിക്സ് അത്യാവശ്യം ടഫുമാണ്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അവർ കെമിസ്ട്രിയും ഫെയിലായിരുന്നു, ഫിസിക്സും ഫെയിലായിരുന്നു. അവരെ 40 അറൗണ്ട് മാർക്കിലോട്ട് എത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. നോക്കണം, നിങ്ങൾ ഫെയിലായ ഒരു സ്റ്റുഡൻറ്റിന് അത് നമ്മൾ കോഡുകളാക്കിയിട്ടും ട്രിക്കുകളാക്കിയിട്ടും വളരെ സിമ്പിളാക്കി പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് കേസുകൾ, 14, 32, 17, 30, 6, 27, അതുപോലെ തന്നെ ബി ഗ്രേഡിലോട്ടും 10, 28ലോട്ടും ഇതൊക്കെ ഫെയിലായവരുടെ റിസൾട്ട് ഞാൻ കാണിക്കാൻ കാരണം, സാധാരണ പഠിക്കാൻ കഴിവുള്ളവരെ നമ്മളൊന്ന് ഗൈഡ് ചെയ്ത് കൊടുത്താൽ തന്നെ അവരങ്ങ് പഠിച്ചോളും. പക്ഷേ ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തന്നെ അവർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ ട്രിക്കുകളാക്കിയിട്ടും കോഡുകളാക്കിയിട്ടും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് ഈ റിസൾട്ടിലൂടെ എത്തിക്കാൻ സാധിച്ചത്. ഇവരൊക്കെ റിസൾട്ട് വന്നപ്പം കുറച്ചുകൂടി, ഇവരൊക്കെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയത് യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ട് കുറേ ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇവർ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞു, കുറച്ചുകൂടി നേരത്തെ ജോയിൻ ആയതെങ്കിൽ മാർക്ക് കൂടുതൽ കിട്ടിയേനെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കേസുകൾ. ഇപ്പം ഈ ഒരു കേസ് നിങ്ങൾക്ക് കാണാം. ഇവരൊക്കെ അഡ്ഡപടലം ഫെയിലായ ഒരു കേസാണ്. 8 മാർക്കാണ് +1 ഫിസിക്സിൽ. +2ൽ 5 or 7 എങ്ങാണ്ട്. ഫിസിക്സും ഫെയിലായി, കെമിസ്ട്രിയും ഫെയിലായി. സാറേ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പാസ്സാക്കി തരണമെന്ന് പറഞ്ഞ് നമ്മുടെ സേ ബാച്ചിൽ ജോയിൻ ആയിട്ട്, ഞാൻ നമ്മുടെ ബാച്ചിൽ റിസൾട്ടും കാണിക്കട്ടോ. ഇത് നമ്മുടെ സേ ബാച്ചിലെയാണ്. എന്നിട്ടും അവർ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഫിസിക്സ് ഒരു 10-12 ക്ലാസ്സുകൾ കൊണ്ടൊക്കെ, +2 ഫിസിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതിൽ പോലും ഈ ഒരു അവർക്ക് വേണ്ട 28, +1ലെ മാർക്ക് വേണമായിരുന്നു, +2ലെ മാർക്ക് വേണമായിരുന്നു. അങ്ങനെ 28ലോട്ട് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട്, സമയങ്ങൾ കൊണ്ട് നമുക്ക് എത്തിക്കാൻ സാധിച്ചു. കെമിസ്ട്രിയും അവർ പാസ്സായി. ഇന്നിപ്പം എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം, നിങ്ങൾക്കിപ്പം ഇനി, അതായത് അവസാനം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അവസാനം പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. തുടക്കം തൊട്ടേ ആ ഒരു സ്ട്രീം ലൈനിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. +2 ഒക്കെ നിങ്ങൾ നന്നായിട്ട് ഇനി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ നമ്പറിൽ, നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകാൻ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. 77 36 70 70 45. ഇത് നമ്മുടെ ബാച്ചിലെ ഒരു റിസൾട്ടാണ്. ഇതും ആവറേജ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസാണ് ഞാൻ എടുക്കാൻ കാരണം, SSLCയിലൊക്കെ ഇന്നിപ്പം എഴുതുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും A+ ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ 8, 9, 10 ഒക്കെ A+ വരുന്ന ഒരു സമയം. എന്നാലോ ഇവർക്കൊരു മിനിമം A+, 3, 4 A+ എന്നൊക്കെ പറയുന്ന ഇന്നത്തെ സമയത്ത് ഒരു മിനിമം A+ ആണ്. ലാംഗ്വേജ് ഒക്കെ അങ്ങ് മാറ്റി നിർത്തിയാൽ ഒരു 3, 4 A+ ഒക്കെ എന്ന് പറയുന്നത്. അപ്പം അതിൽ എന്നിട്ട് പോലും ഈ ഒരു പയ്യനെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി. +1ൽ ഫിസിക്സിൽ റീവാലുവേഷൻ അപ്ലൈ ചെയ്തു, A+ ആയി. കെമിസ്ട്രിയിൽ അറൗണ്ട് ഫുൾ മാർക്കിനോട് അടുത്തു. ബയോളജി വീണ്ടും ഫുൾ മാർക്കിനോട് അടുത്തു. മാത്സ് വരെ സ്ട്രീം ആയിരുന്നില്ല, മാത്സ് സ്കൂൾ വർക്ക് ഉണ്ടായിരുന്നില്ല, ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രീമാണ്. ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാലോ, എന്തെങ്കിലും കോഴ്സ് എടുക്കുമ്പോൾ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് പുറത്ത് നിന്ന് മാത്സ് സൈഡായിട്ട് പഠിച്ചതാണ്. നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ട് സ്കൂളിലൊന്നുമില്ല, വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാണ്ട് എക്സാമിന് വേണ്ടി മാത്രം പഠിച്ചിട്ട് പോലും ഈ ഒരു മാർക്കിലോട്ട് മാത്സും അവർക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അത് നമ്മൾ പഠിപ്പിക്കുന്ന ആ ഒരു രീതി കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കേണ്ട, 77 36 70 70 45. മാത്സും ഇവർ സീരിയസ് ആയി പഠിച്ചിരുന്നെങ്കിൽ മാത്സും അറൗണ്ട് ഇവർക്ക് ഫുൾ മാർക്ക് നേടാമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് അതിനകത്ത് ടോപ്പിക്സിലോട്ട് പോകാം. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു വീഡിയോ അതിനകത്ത് കണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകാൻ മറക്കണ്ട. കമ്മ്യൂണിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, PDF കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ഇടാം. ഓക്കെ, അപ്പം ഇതാണ് 2020 പരീക്ഷയ്ക്ക് നിങ്ങളുടെ പരീക്ഷ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന ചോദ്യമാണ്. അപ്പം എ കാർ ഈസ് മൂവിങ് ഇൻ എ സർക്കുലാർ ലെവൽ റോഡ് വിത്ത് യൂണിഫോം സ്പീഡ്. അപ്പോൾ അതിലെല്ലാ ഫോഴ്സുകളും നമ്മൾ വരച്ചിരുന്നു. അതിൽ ചോദ്യം ഇങ്ങനെയാണ് ഇതിനകത്ത് ബാങ്കിങ്ങിൽ. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ ഇതിനകത്ത് എങ്ങനെ സേഫ് സ്പീഡ് കൂട്ടാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സേഫ് സ്പീഡ് എങ്ങനെയൊക്കെ കൂട്ടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സേഫ് സ്പീഡിൻ്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? μs/rg. vs എന്താണ്? ഗ്രേറ്റർ ദാൻ, vs ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? μs/rg എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ മാക്സിമം സേഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ vs = μrg ആയിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ ഈ സേഫ് സ്പീഡ് കൂട്ടാം? അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കൂടിയാലും നിങ്ങൾ മറിഞ്ഞു പോവില്ല. മറ്റേ നിങ്ങളിപ്പോൾ ഒരു പെട്ടെന്നൊരു വളവെടുക്കുമ്പോഴേ
സ്പീഡിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വളവ് അങ്ങോട്ട് കിട്ടൂല, നിങ്ങൾ പോയിട്ട് അങ്ങ് ഇടിക്കും. അപ്പം വളവ് എത്ര സ്പീഡിൽ വന്നാലും നിങ്ങൾക്ക് വളയാൻ പറ്റും. അങ്ങനത്തെ രീതിയിൽ നിങ്ങളുടെ സ്പീഡ് കൂടണമെങ്കിൽ കൂടിയ സ്പീഡിലും നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും, മറിയുന്നില്ല. അങ്ങനെയെങ്കിൽ എന്തൊക്കെ വേണമെന്നറിയോ? അവിടെ നല്ല ഗ്രിപ്പ് വേണം, മനസ്സിലായില്ലേ? ഒന്നാമത് മ്യൂയസ് ആണ്. മ്യൂയസ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷനാണ്, ഗ്രിപ്പ് കിട്ടണം, മനസ്സിലായില്ലേ? ഗ്രിപ്പ്. പിന്നെ വലിയ എന്തായിരിക്കണം? വലിയ ഒരു റേഡിയസ്. അപ്പോൾ നിങ്ങൾ ആ തിരിയുന്ന റോഡിൻ്റെ ആ ഒരു നല്ല ടേൺ കുറച്ച് എന്തായിരിക്കണം? ഭയങ്കര സ്റ്റീപ്പ്, പെട്ടെന്ന് റൗണ്ട് വരുന്ന ഒരു ടൈപ്പ് ആവരുത്. കുറച്ച് എന്തായിരിക്കണം? വൈഡായിട്ടുള്ള ഒരു ടേൺ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം സ്പീഡിൽ പോയാലും കുഴപ്പമില്ല, മനസ്സിലായില്ല? അപ്പം നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ഇങ്ങനെ പോവാം. അപ്പം അല്ലാണ്ട് ചെറിയ പെട്ടെന്നൊരു വളവ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് എന്താവും? അങ്ങോട്ട് ബുദ്ധിമുട്ടാവും, ഇടി നടക്കും. പിന്നെ അതാണ്. അപ്പം റേഡിയസ് കൂടാം. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്നറിയോ? ബാങ്കിങ് ആണ്. അപ്പം നിങ്ങൾ ഇടിക്കാതിരിക്കാൻ, വീഴാതിരിക്കാൻ പിന്നെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് റോഡ് എന്ത് ചെയ്യുക? ഉയരത്തിലേക്ക് ഇങ്ങനെ പൊക്കുക, മനസ്സിലായില്ലേ? റോഡിൻ്റെ ഒരു സൈഡ് എന്ത് ചെയ്യുക? ഉയരത്തിലേക്ക്, ഒരു സൈഡ് ഇങ്ങനെ താത്തിയിട്ട് ഇങ്ങനെ സ്ലോപ്പ് ഇടുക റോട്ടിൽ. അപ്പം നിങ്ങളിങ്ങനെ വന്നാലും നിങ്ങൾ സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ മുകളിലോട്ട് ഇങ്ങനെ കയറിപ്പോവും, മനസ്സിലായില്ലേ? അപ്പം സ്കിഡായി പോവില്ല. സ്പീഡ് കുറവാണെങ്കിൽ അതിൻ്റെ താഴേക്ക് ഇങ്ങനെ പോവാം. അപ്പം ആ ഒരു നിങ്ങൾക്ക് സ്പീഡിന് പെട്ടെന്ന് എന്ത് ചെയ്യില്ല? തെന്നിപ്പോവില്ല. അപ്പോൾ അതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് സ്പീഡ് കൂടിയാലും വീഴാണ്ടിരിക്കാനുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് റോഡിൻ്റെ എന്ത് ചെയ്യുക? റേഡിയസ്, വളവിൻ്റെ എന്ത് ചെയ്യുക? റേഡിയസ് കൂടുക. നല്ല വലിയ വളവാണെങ്കിൽ വാഹനങ്ങൾ മറിയാനുള്ള സാധ്യത കുറവാണ്. പിന്നെ വളവിൻ്റെ റേഡിയസ് കൂടുക. പിന്നെ ഗ്രിപ്പ്, റോഡ് എന്താക്കുക? കുറച്ച് ഗ്രിപ്പുള്ള റോഡാക്കുക, മനസ്സിലായില്ലേ? ഭയങ്കര സ്മൂത്ത് ആണെങ്കിലും മറിയാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അത് രണ്ടുമാണ്. പിന്നെ റോഡിന് എന്ത് ചെയ്യുക? ഉയർത്തിക്കെട്ടുക, മനസ്സിലായില്ലേ? അതായത് സ്ലോപ്പ് കൊടുക്കുക റോഡിന്, ചെരിവ്. അപ്പോൾ ഇതൊക്കെയാണ് ബാങ്കിങ്. അപ്പോൾ അതിനെയാണ് ബാങ്കിങ് എന്ന് പറയുക. അപ്പോൾ കമൻറ്റ് ഓൺ എനി മെത്തേഡ് ടു ഇൻക്രീസ് സേഫ് വെലോസിറ്റി ഓഫ് ദ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ അതിനകത്ത് എഴുതി വെക്കാം. ഒന്ന്, ബാങ്കിങ് ഓഫ് ദ റോഡ്. രണ്ട്, ഇൻക്രീസിങ് ദ കർവേച്ചർ, മനസ്സിലായില്ല? ഇതാ മെത്തേഡ്സ് ടു ഇൻക്രീസ് മാക്സിമം സേഫ് വെലോസിറ്റി. ഒന്ന് ബാങ്കിങ് ഓഫ് ദ റോഡ്, മനസ്സിലായില്ലേ? അപ്പോൾ കമ്പണൻറ്റ് ഓഫ് നോർമൽ ഫോഴ്സ് കോൺട്രിബ്യൂട്ട് ടു സെൻട്രിപെറ്റൽ ഫോഴ്സ് നമ്മൾ പറയാൻ പോകുന്നതേ ഉള്ളൂ. ഇനി ഇൻക്രീസ് ദ റേഡിയസ്. നല്ല വളവ് എന്ത് ചെയ്യുക? കുറച്ച് വലുതാക്കുക. പെട്ടെന്ന് അങ്ങോട്ട് വളവ് കുറച്ചൊന്ന് എന്ത് ചെയ്യുക? വലിയ വളവാക്കുക. ഇൻക്രീസ് ദ റേഡിയസ്. പിന്നെ ഫ്രിക്ഷൻ കൂട്ടുക, ഗ്രിപ്പ് കൂട്ടുക. അപ്പോൾ ഓക്കെ അല്ലേ? ഗ്രിപ്പ് കൂട്ടുക. അപ്പോൾ ഈ വളവിൽ വണ്ടി മറിയാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നാണ് ചോദ്യം, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്ന് വളവിൻ്റെ എന്ത് ചെയ്യുക? വലിപ്പം കൂട്ടുക, ഇൻക്രീസ് ദ റേഡിയസ്. ഒന്ന് എന്ത് ചെയ്യുക? ബാങ്കിങ്, റോഡ് എന്ത് ചെയ്യുക? ചെരിച്ച് പൊക്കി കെട്ടുക, മുകളിലോട്ട് ഇങ്ങനെ ഉയർത്തുക, ഒരു സ്ലോപ്പ് കൊടുക്കുക, മനസ്സിലായില്ലേ? ഈ മറ്റേ എന്താ പറയുക? അതെ, താഴേന്ന് ഇങ്ങനെ ഇങ്ങനെ ചെരിവ് പോലെ മുകളിലോട്ട് കയറുന്ന രീതിയിലുള്ള റോഡ്. ഈ കാർ റേസിങ്ങിൻ്റെ ഒക്കെ റോഡുകൾ കണ്ടിട്ടില്ല? ഇങ്ങനെ കാർ ഇങ്ങനെ ഓടി ഇങ്ങനെ വരുമ്പോൾ ഉയരത്തിലോട്ട് അങ്ങ് പോകും. അപ്പോൾ ബാങ്കിങ് ഓഫ് ദ റോഡ്. അതുപോലെ തന്നെ ഇൻക്രീസ് ദ കർവേച്ചർ. അതുപോലെ ഫ്രിക്ഷൻ കൂട്ടുക, റോഡ് എന്തൊക്കെ ഭയങ്കര സ്മൂത്ത് ആക്കാതിരിക്കുക, മനസ്സിലായില്ലേ? ഇൻക്രീസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. കുറച്ചൊക്കെ എന്ത് ചെയ്യുക? ഒരു ടയറിന് ഗ്രിപ്പ് കിട്ടുന്ന രീതിയിൽ ഫ്രിക്ഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി അതിനകത്ത് നിന്ന് നിങ്ങളോട് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതാണ് വരിക. കണ്ടില്ലേ? സ്കെച്ച് ദ സ്കെമാറ്റിക് ഡയഗ്രാം ഓഫ് എ വെഹിക്കിൾ ഓൺ എ ബാങ്ക്ഡ് റോഡ് ആൻഡ് മാർക്ക് വേരിയസ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ സ്കെച്ച് ദ ഡയഗ്രമാറ്റിക്, അതായത് ഒരു ഡയഗ്രാം വരയ്ക്കാനാണ് ഒരു വണ്ടിയുടെ. ഓൺ എ ബാങ്ക്ഡ് റോഡ്, ഒരു ബാങ്ക്ഡ് റോഡിൽ, ഒരു സ്ലോപ്പുള്ള റോഡിൽ, ഉയർത്തിക്കെട്ടിയ റോഡിൽ നിൽക്കുകയാണ്. ആൻഡ് മാർക്ക് വേരിയസ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ്. അതിൽ ഏതൊക്കെ ബലങ്ങളാണ് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. ഒബ്റ്റെയിൻ എൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം സേഫ് സ്പീഡ് ഓഫ് വെഹിക്കിൾ ഇൻ ദ ബാങ്ക് റോഡ്. അങ്ങനെ ബാങ്ക്ഡ് ആയിട്ടുള്ള ഒരു ചെരിഞ്ഞ റോട്ടിൽ ഗ്രിപ്പ് നോക്കണ്ട, ഗ്രിപ്പ് ഇല്ലാണ്ട് തന്നെ അവിടെ എത്ര സ്പീഡ്, ഫ്രിക്ഷൻ ഇല്ല എന്ന് വിചാരിച്ചോളൂ. ഫ്രിക്ഷനെ നോക്കാണ്ട് കൺസിഡർ ചെയ്യേണ്ട, അല്ലാണ്ട് തന്നെ അവിടെ എത്ര സ്പീഡിൽ പോകാൻ പറ്റും എന്നുള്ള കാര്യം കണ്ടുപിടിക്കാനാണ്. അപ്പം ബാങ്കിങ് ഓഫ് ദ റോഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ ആണ്, ബാങ്കിങ് ഓഫ് ദ റോഡ് വിത്ത് ഫ്രിക്ഷനും ഉണ്ട്, ബാങ്കിങ് ഓഫ് ദ റോഡ് വിത്തൗട്ട് ഫ്രിക്ഷനും ഉണ്ട്. അപ്പോൾ ബാങ്കിങ് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു സംഭവം അങ്ങോട്ട് വരച്ച് വെക്കുക. അപ്പോൾ ഞാൻ ആദ്യം ബാങ്കിങ്ങിൻ്റെ സംഭവം പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ബാങ്കിങ് ഓഫ് ദ റോഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ, ഇതാണ് ഈ ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബാങ്കിങ് ചെയ്യാം. കുറച്ച് ഇങ്ങനെ ചെരിക്കുക. ഇതാണ് നമ്മുടെ റോഡ് എന്ന് വിചാരിച്ചോളൂ. കുറച്ച് ചെരിഞ്ഞ് ഇങ്ങനെ റോഡ് കുറച്ച് പൊങ്ങി നിൽക്കുകയാണ്. സാധാരണ തറയിൽ എന്താണ് കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ ചെരിച്ച് സ്ലോപ്പുള്ള റോഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി ഇവിടെയാണ്, വണ്ടി ഇതാണ്.
വണ്ടീനെ എന്ത് ചെയ്യും, മുകളിലോട്ട് സപ്പോർട്ട് ചെയ്യും. റോഡ് എന്ത് ചെയ്യും, വണ്ടി പൊളിഞ്ഞ് അങ്ങോട്ട് നിലത്തോട്ട് ഉള്ളിലേക്ക് പോവില്ലല്ലോ, റോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ എന്നാണ് വിളിക്കുക. ഇനി നമുക്കറിയാം ഇവിടെ ഇങ്ങോട്ടേക്ക് എന്തുണ്ട്, ഫ്രിക്ഷൻ ഉണ്ട്. ഇവിടെ ഇങ്ങോട്ടേക്ക് എന്തുണ്ട്, ഇവിടെ ഇപ്പം നമ്മൾ ഫ്രിക്ഷനെ കൺസിഡർ ചെയ്യേണ്ട. തൽക്കാലം ഇപ്പം എന്ത് വേണ്ട, ഫ്രിക്ഷൻ വേണ്ട. ബാങ്കിങ് ഓഫ് ദ റോഡ് വിത്തൗട്ട് ഫ്രിക്ഷനാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല. ഈ ആംഗിൾ തീറ്റയാണ്. ഈ ആംഗിൾ എന്താണ്, തീറ്റയാണ്. ഇനി നമുക്കറിയാം ഈ ഭൂമി, ഭൂമിയുടെ ലെവൽ ഇതാണല്ലോ. ഈ വസ്തുവിനെ ഭൂമി എന്ത് ചെയ്യും, അതിൻ്റെ സെൻറ്ററിലോട്ട് വലിക്കും. അപ്പോൾ അതിങ്ങനെയാണ് വരിക. വസ്തുവിൻ്റെ ഭാരം ഇങ്ങനെയാണ് mg. ഇനി നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യും, ഇനി ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പം ഇങ്ങനെ n ആംഗിളാണ്. ഇതിനെ നമുക്ക് എന്താക്കാം, ഇതിനെ 2 കമ്പോണൻ്റ് ആക്കാം. അപ്പം ഇതിനകത്ത് നോർമൽ റിയാക്ഷനെ നമുക്ക് 2 കമ്പോണൻ്റ് ആക്കാം. അപ്പോൾ ഇങ്ങോട്ടും ഒരു കമ്പോണൻ്റ്, പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് കിട്ടും, ഇങ്ങോട്ടേക്കും ഒരു കമ്പോണൻ്റ് കിട്ടും. അതായത് നമ്മൾ ഈ n-നുണ്ടല്ലോ, n-നെ 2 ആക്കി മാറ്റുക. അപ്പം n-ൻ്റെ ഈ ആംഗിൾ എന്താണെന്നറിയാം, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിലേക്ക് എന്താ വരിക എന്നറിയോ, n കോസ് തീറ്റ എന്നാണ് മുകളിലേക്കുള്ളത് വരിക. ആംഗിളിൻ്റെ കൂടെയുള്ള കമ്പോണൻ്റ് എപ്പോഴും കോസ് തീറ്റ ആയിരിക്കും. ആംഗിൾ ഇല്ലാത്ത കമ്പോണൻ്റ് എന്തായിരിക്കും, n സൈൻ തീറ്റ ആയിരിക്കും. അപ്പം ഇതാണ് നിങ്ങൾ ബാങ്കിങ് ഓഫ് ദ റോഡിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം എന്തൊക്കെയാണ് ബാങ്കിങ് ഓഫ് ദ റോഡിൽ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വണ്ടിയെ ചെരിച്ച് നിർത്തുക. ആദ്യം എന്ത് ചെയ്യുക, വണ്ടിയെ അവിടെ ആ റോഡിൽ എന്ത് ചെയ്യുക, ചെരിച്ച് നിർത്തുക. അപ്പോൾ വണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെരിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, വണ്ടിയെ ചെരിച്ച് നിർത്തുക എന്നുള്ളതാണ്. എന്നിട്ട് പറയുക, ഈ വണ്ടിയെ റോഡ് എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുകളിലോട്ട്. അപ്പോൾ അതിൻ്റെ നോർമൽ റിയാക്ഷൻ. ഭൂമി വണ്ടിയെ എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമിയുടെ ലെവൽ ഇതാണ്. അപ്പോൾ അത് ഭൂമി ഇങ്ങനെയാണ് വലിക്കുക. ഭൂമി വണ്ടിയെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സെൻറ്ററിലോട്ട് വലിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ഭൂമിയുടെ അത് നമ്മൾ ഇതിനിങ്ങനെ ഈ ലെവലിൽ മനസ്സിലായില്ലേ, ഭൂമി അതിൻ്റെ നടുക്കാണ് വലിക്കുക. അപ്പം അതിങ്ങനെയാണ് വരിക. അപ്പോൾ ഭൂമി വലിക്കുന്നുണ്ട്, ആരും ചോദിക്കുന്നില്ല, ഭൂമി വലിക്കുന്നുണ്ട് എന്ന് അതിനകത്ത് നമ്മൾ പറയാം, മനസ്സിലായില്ലേ, അതാണ് mg. അപ്പോൾ ഭൂമി വണ്ടിയെ എന്ത് ചെയ്യുന്നുണ്ട്, വലിക്കുന്നുണ്ട്. അത് ഇങ്ങനെ ഭൂമിക്ക് ഇതുപോലെ വരയ്ക്കുക. ഭൂമിക്ക് ഇങ്ങനെയാണ്, ഭൂമിക്ക് സെൻറ്റർ ആക്കിയിട്ട്. അപ്പോൾ ഭൂമി ഇതാണ്. അപ്പോൾ ഇവിടെ ഭൂമി വരയ്ക്കുകയാണെങ്കിൽ അതെങ്ങനെ വരയ്ക്കും, അതുപോലെ വരയ്ക്കുക, മനസ്സിലായില്ലേ. അപ്പം ഇങ്ങനെ വരേണ്ടി വരും, ഇവിടുന്ന് ഏകദേശം ഇങ്ങനെ. അപ്പം അത് കൃത്യമായിട്ട് ഭൂമി അവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഭൂമി അവിടെ തറ അങ്ങോട്ടേക്കുണ്ട് എന്നുള്ള രീതിയിൽ ഭൂമിയുടെ ഒരു ബലം നിങ്ങൾ വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് വലിക്കുക, ഭൂമി അതിനെ ഇങ്ങോട്ടേക്ക് വലിക്കുക. അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു ബലം കൊടുത്തു, ഇതിനെ mg എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഈ n-നെ 2 ആക്കി മാറ്റണം. അതായത് n-നെ നമുക്ക് ഇങ്ങോട്ടേക്കൊരു കമ്പോണൻറ്റും ഇങ്ങോട്ടേക്കൊരു കമ്പോണൻറ്റും ആക്കി മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ ഫിസിക്സിലെ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ, അതായത് ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ നമ്മൾ ഇതിനെപ്പോൾ 2 കമ്പോണൻ്റ് ആക്കുകയാണ്. അതായത് mgക്ക് നേരെ വരച്ചാൽ മതി ഒരു കമ്പോണൻ്റ് എന്ത് ചെയ്യുക, mgക്ക് നേരെ മുകളിൽ വരയ്ക്കുക. ഇനി മറ്റേ കമ്പോണൻ്റോ അതിനെ 90 ഡിഗ്രി ഇങ്ങനെ എല്ലാക്കിയിട്ട് ഇങ്ങനെയും വരയ്ക്കുക. അപ്പോൾ ഈ ആംഗിൾ എന്ത് കൊടുക്കണം, ഇത് തീറ്റയാണെങ്കിൽ ഇവിടെയും എന്താണ്, തീറ്റയാണ്. അത് മാത്സിലെ റൂളാണ്. അപ്പം ഇതിനകത്ത് ഇനി ഇതിനെന്ത് വിളിക്കും, n കോസ് തീറ്റ എന്നാണ് ഈ ആംഗിളുള്ള കമ്പോണൻ്റ് ഇതിനെ കൊടുക്കേണ്ടത്. ആംഗിൾ ഇല്ലാത്ത കമ്പോണൻ്റ് ഉണ്ടല്ലോ ഇങ്ങോട്ടേക്ക്, ഇതിനെ n സൈൻ തീറ്റ എന്നും കൊടുക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് കൊടുക്കാനുള്ളത്. മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വണ്ടി ഈ റോട്ടിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഒരു വളവ് എടുക്കുകയാണ്, ഒരു ടേൺ എടുക്കുകയാണ്. അതായത് റോഡ് ഇങ്ങനെ ഉയരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, നമ്മൾ വണ്ടി ഇങ്ങനെ വന്നിങ്ങനെ വളവ് എടുക്കുകയാണ്. അപ്പോൾ സർക്കിൾ എടുക്കുകയാണ്. അപ്പം ഇങ്ങോട്ടേക്ക് എപ്പോഴും ഒരു സർക്കിള് ഞാൻ വേറെ കളറിൽ വരയ്ക്കാം. ഒരു സർക്കിൾ തിരിയണമെങ്കിൽ എപ്പോഴും നമ്മൾ പറയാറുണ്ട് സെൻറ്ററിലോട്ട് എന്ത് വേണം, അപ്പം സെൻറ്ററിലേക്ക് എന്ത് വേണം, ഒരു ബലം വേണം. അപ്പം ഞാൻ ആ പിങ്ക് കളറിൽ അല്ലെങ്കിൽ ഇവിടെ മഞ്ഞ കളറിൽ ഞാൻ വരയ്ക്കാം. അപ്പോൾ ഒരു വണ്ടി തിരിയണമെങ്കിൽ അവിടെ ടേൺ എടുക്കുകയാണ് വണ്ടി, മനസ്സിലായില്ലേ. ഉയർത്തി കെട്ടിയ ഒരു ചെരുവിൽ എന്ത് ചെയ്യുകയാണ്, വണ്ടി ഇങ്ങനെ വളവ് എടുക്കുകയാണ്, ചെരുവിലെ വളവാണ്. അപ്പം ഈ വളവ് എടുക്കണമെങ്കിൽ നമുക്കറിയാം, ഒരു സർക്കിളിൽ കറങ്ങണമെങ്കിൽ, ഏതൊരു വസ്തുവാണെങ്കിലും ഒരു സർക്കിളിൽ കറങ്ങണമെങ്കിൽ സെൻറ്ററിലോട്ട് അതിനൊരു വലിയൊരു പിടുത്തം വേണം.
നിങ്ങളൊരു നൂല് കറക്കണമെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് അതിനെ സെൻറ്ററിലോട്ട് എന്ത് ചെയ്യണം, പിടിക്കണം. മനസ്സിലായില്ലേ? ആ പിടുത്തം അത് വിട്ട് കഴിഞ്ഞാൽ അത് പോകും. അപ്പോൾ ഏത് കറങ്ങുന്ന വസ്തുവിനും സെൻറ്ററിലോട്ടൊരു ബലം വേണം. ആ ബലമാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r. അപ്പോൾ ഇവിടെയും ഈ വണ്ടി കറങ്ങണമെങ്കിൽ എന്ത് വേണം, സെൻറ്ററിലോട്ടൊരു ബലം വേണം. അത് mv²/r ആണ്. അത് കൊടുക്കുന്നത് അത് ഈ n sin θയാണ്. അത് ആരാ കൊടുക്കുന്നത്? ഇങ്ങോട്ടേക്കുള്ള ഈ കമ്പണൻ്റ് ആണ്. വണ്ടിയുടെ ആ ഒരു റോഡ് സപ്പോർട്ട് ചെയ്യുന്ന എന്നിൻ്റെ നോർമൽ റിയാക്ഷൻ്റെ n sin θയാണ് ഇങ്ങോട്ടേക്കുള്ളത്. അപ്പോൾ അതാണ് സെൻറ്ററിലേക്കുള്ള ബലം എന്ന് പറയാൻ പഠിച്ചാൽ മതി. അപ്പോൾ ഏത് വണ്ടി കറങ്ങണമെങ്കിലും എന്ത് വേണം, സെൻറ്ററിലോട്ടൊരു ബലം വേണം. അപ്പോൾ വണ്ടി ഇങ്ങനെ നമ്മുടെ വണ്ടി എന്ത് ചെയ്യാണ്, നമ്മുടെ വണ്ടി ഒരു സർക്കിൾ കറങ്ങാൻ നിൽക്കുകയാണ്, ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പോൾ വണ്ടിയുടെ ഇങ്ങോട്ടേക്കുള്ള കമ്പണൻ്റ് ഏതാണ്? n sin θയാണ്. നമ്മളത് ഇങ്ങോട്ടേക്ക് എന്നിൻ്റെ n sin θയാണ് ഇങ്ങോട്ടേക്കുള്ള ബലം. അതാണ് എന്ത് ആ സെൻറ്ററിലോട്ടുള്ള ബലം കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും സെൻറ്ററിലോട്ടുള്ള ബലം എന്താണ്, mv²/r ആണ്. സെൻറ്ററിലോട്ടുള്ള ബലം എന്താണ്, mv²/r ആണ്. അതാരാണ് കൊടുക്കുന്നത്? n sin θയാണ്. അപ്പം ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ഇക്വേഷൻ. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേ. ഇത് എഴുതാൻ അങ്ങ് പഠിക്കുക. ഇത് വരച്ചിട്ട് mv²/r = n sin θ എന്നങ്ങ് വരയ്ക്കാൻ പഠിക്കുക. മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. ബാങ്ക്ഡ് റോഡിൽ ഇതങ്ങ് പഠിച്ചു വെക്കണം. mv²/r = n sin θ. അപ്പം mv²/r = n sin θ. അപ്പം ഇത് നിങ്ങളുടെ കണ്ണിൽ സ്കാൻ ചെയ്ത് സംഗതി വേണം ഇവിടെ. ഇനി എന്ത് ചെയ്യുക? ഇനി നിങ്ങൾ മുകളിലോട്ട് നോക്കുക. n cos θ, n sin θനെ നമ്മൾ ഉപയോഗിച്ചു. അതിനെ സെൻറ്ററിലോട്ട് ബലമാക്കിയിട്ട് ഉയർത്തി നമ്മൾ കൊടുത്തു. n cos θ എന്താണ്? mg ആണ്. കാരണം ഈ വണ്ടി ബാലൻസിലാണ്. അപ്പോൾ n cos θ = എന്താണ്? mg എന്ന് കൊടുക്കുക. അപ്പോൾ ഈ മുകളിലേക്കുള്ളതും താഴേക്കുള്ളതും ഈക്വൽ ആണെന്ന് പറയുക ഈ ബലം. അപ്പോൾ വണ്ടി അവിടെ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ n cos θ എന്താണ്? mg ആണ്. അപ്പോൾ നിങ്ങൾ രണ്ട് സൈഡിൽ m വരുന്ന രീതിയിൽ എഴുതുക. അതാണ് നമുക്ക് നല്ലത്. mg = n cos θ എന്നും എഴുതുക. അപ്പം ഇതും മനസ്സിലായവർ അതിനകത്ത് ലൈക്ക് അടിച്ച് രണ്ടാമത്തത് എഴുതാൻ. രണ്ടാമത്തതൊന്നുമില്ല, ഇത് = ഇത് എന്ന് പറയാം, മുകൾക്കും താഴേക്കുള്ളത്. ഇതും മനസ്സിലായി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? നമുക്ക് ഒന്നാമത്തത് കൊണ്ട് രണ്ടാമത്തതിന് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 1/2 എന്ത് ചെയ്യുക? 1/2. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് തമ്മിൽ ഹരിക്കുക. അപ്പോൾ എന്താ വരിക? mv²/r / mg എന്ന് വരും. അതായത് ഇതിനെന്ത് ചെയ്യുക? ഇതിൻ്റെ അടിയിൽ ലെഫ്റ്റ് സൈഡ് ഇതിനെ രണ്ടാമത്തെ കൊണ്ട് എന്ത് ചെയ്യുക? ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. = ഇവിടെ എന്ത് വരും? n sin θ / n cos θ എന്ന് വരും. ഇത് ഒന്നുമില്ലാന്നേ. ഇതിൻ്റെ ഇവിടെ ഒരു ബൈ ഇട്ട് കൊടുക്കുക, ഇവിടെയും ഒരു ബൈ ഇട്ട് കൊടുക്കുക, രണ്ടാമത് എഴുതുക. അത്ര തന്നെ. മനസ്സിലായവർ ലൈക്ക് അടിച്ചു. ഫസ്റ്റത്തിൻ്റെ താഴെ ബൈ, അത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുമോ അതിനകത്ത്? ഒന്നാമത്തത് വീണ്ടും എഴുതുക, രണ്ടാമത്തത് വീണ്ടും എഴുതുക, നടുക്ക് സെപ്പറേറ്റ് ആയിട്ട് വര ഇട്ട് കൊടുക്കുക. അതാണ് അടുത്തത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഒരു വട്ടം കൂടി നമ്മൾ എഴുതി. mv²/r = n sin θ എന്നല്ലേ? അതിന് വീണ്ടും അവിടെ ഇവിടെയും വര ഇട്ട് കൊടുക്കുക. എന്നിട്ട് താഴെയുള്ളത് ഒരു വട്ടം കൂടി എഴുതുക. mg = n cos θ ആണ്. അപ്പം നമ്മളൊന്നും ചെയ്തില്ല. ഇതിൻ്റെ ഇവിടെ ഒരു വര ഇട്ട് കൊടുത്തു, ഇവിടെ ഒരു വര ഇട്ട് കൊടുത്തു, അത് വീണ്ടും എഴുതി. മനസ്സിലായോ? മനസ്സിലായി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എമ്മും അങ്ങോട്ട് എന്ത് ചെയ്യുക? വെട്ടിക്കളയുക. എമ്മും എന്ത് ചെയ്യുക? വെട്ടിക്കളയുക. എമ്മും വെട്ടിക്കളയുക. മനസ്സിലായില്ലേ? ഇനി v² ഈ ജി എന്ത് ചെയ്യുന്ന അറിയോ? ഈ ജി ഇങ്ങോട്ടേക്ക് ഇത് അടിയിലാണ്. ഈ ജിയും അടിയിലാണ്, ആറും അടിയിലാണ്. അപ്പോൾ രണ്ട് വട്ടം അടിയിലാന്ന് പറയണ്ട, നമുക്ക് ഒരുമിച്ച് അടിയിലാന്ന് പറഞ്ഞാൽ മതി. v² അടിയിലാണ് ആര്? 6. അതേ v² അടിയിൽ തന്നെയാണ് ആര്? ജിയും. അപ്പോൾ ഒരുമിച്ച് അങ്ങ് അടിയിലാക്കിയാൽ മതി. എം എന്ത് ചെയ്തു? വെട്ടിപ്പോകും.
പിന്നെ എന്നും എന്നും വെട്ടിപ്പോകും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. ഇത് മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. വി സ്ക്വയർ ബൈ ആർ ജി ഈക്വൽ ടാൻ തീറ്റ എന്നായി. മനസ്സിലായല്ലോ. അപ്പം നമ്മൾ എന്താണ് ഇവിടെ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. ബി സ്ക്വയർ ബൈ ആർ ജി ഈക്വൽ ടു, അപ്പം നമ്മൾ ഇത് ഇങ്ങനെ രണ്ട് ഇക്വേഷൻ എഴുതാൻ നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം. അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ എഴുതുന്നുകൊണ്ട് മുകളിൽ തൊട്ട് തന്നെ അങ്ങ് എഴുതാം. അപ്പം ബാങ്കിങ് ഓഫ് ദ റോഡിലെ ആദ്യം എഴുതേണ്ടത് എന്താണ്, എം വി സ്ക്വയർ ബൈ ആർ ഈക്വൽ ടു എന്താണ്, എൻ സൈൻ തീറ്റയാണ്. എൻ സൈൻ തീറ്റയാണ്. പിന്നെ എഴുതേണ്ടത് എം ജിക്ക് മുകളിൽ എന്താണ്, എൻ കോസ് തീറ്റയാണ്. അപ്പോൾ അതൊക്കെ വരയ്ക്കാൻ അതിനകത്ത് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇനി ഇത് രണ്ടും വീണ്ടും ഇതിനെ 1 എന്ന് കൊടുക്കുക, ഇതിനെ 2 എന്ന് കൊടുക്കുക. 1/2 ഒന്നിനെ 2നെ താഴെ എഴുതി വെക്കുക. അപ്പം എം വി സ്ക്വയർ ബൈ ആർ ഫസ്റ്റത്തത് ഹരിക്കണം രണ്ടാമത്തത് എം ജി ഈക്വൽ ടു ഇവിടെ എന്ത് വരും, എൻ സൈൻ തീറ്റ വരും. താഴെ വീണ്ടും എന്ത് വരും, എൻ കോസ് തീറ്റ വരും. ഇനി എന്ത് ചെയ്യുക, എം വെട്ടുക, എൻ വെട്ടുക. ഇനി എന്ത് വരും, വി സ്ക്വയറിൻ്റെ താഴെയാണ് ആര്, 6. ആ വി സ്ക്വയറിൻ്റെ താഴെ തന്നെയാണ് എന്ത്, ജിയും. അപ്പോൾ ഒരുമിച്ച് വി സ്ക്വയറിൻ്റെ താഴെ 2 പേരും എന്ന് പറഞ്ഞാൽ മതി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ മാത്സിൽ എന്താണ്, ടാൻ തീറ്റയാണ്. മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. അത് മാത്സ് പഠിക്കണം, ട്രിഗണോമെട്രിയിലെ റൂളാണ്. സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ ആണ്. മനസ്സിലായോ? ഇനി അടുത്തത് എന്താണ്, ബി സ്ക്വയർ ബൈ ആർ ജി ഈക്വൽ ടു ടാൻ തീറ്റ. നമുക്ക് മാക്സിമം സ്പീഡാണ് വേണ്ടത്. അപ്പം ബി സ്ക്വയർ ബൈ ആർ ജി എന്താണ്, ടാൻ തീറ്റയാണെങ്കിൽ നമുക്ക് ആർ ജിയെ എന്ത് ചെയ്യുക, വി സ്ക്വയർ ആണ്, സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ളവരെയൊക്കെ അപ്പുറത്തേക്ക് മാറ്റുക. അപ്പോൾ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താകും, ആർ ജി അടിയിലാണ്, അങ്ങോട്ട് പോകുമ്പോൾ മുകളിലാവും, ആർ ജി ടാൻ തീറ്റ എന്നാകും. അപ്പോൾ വി എന്താകും, സ്ക്വയർ അപ്പുറത്തേക്ക് കൊടുക്കുമ്പോൾ റൂട്ടാകും. അപ്പോൾ റൂട്ട് ആർ ജി ടാൻ തീറ്റ എന്ന് പറയും. ഇതാണ് മാക്സിമം സേഫ് സ്പീഡ് ഓൺ എ ബാങ്ക്ഡ് റോഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ. ഇവിടെ നമ്മൾ ഫ്രിക്ഷൻ എടുത്തിട്ടില്ല. ഇത് മനസ്സിലായോ? അവസാനത്തെ സ്റ്റെപ്പ് അതിനകത്ത് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ച്. അതായത് വി സ്ക്വയർ ബൈ ആർ ജി ടാൻ തീറ്റയാണ്. പിന്നെ ആർ ജിനെ വി സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെയുള്ളവരൊക്കെ അപ്പുറത്തേക്ക് മാറ്റണം. അപ്പോൾ ആർ ജിയെ നമ്മൾ അപ്പുറത്തേക്ക് മാറ്റാൻ പോവുകയാണ്. ആർ ജി താഴെയാണ്, താഴെയുള്ളത് അപ്പുറത്തേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു എന്നാണ് ആവുക. അപ്പോൾ ആർ ജി ഇൻറ്റു ടാൻ തീറ്റ എന്നാകും. രണ്ടാമത്തെ സ്റ്റെപ്പ് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ ജി ടാൻ തീറ്റ. ഇനി എന്ത് സംഭവിക്കും, ഇനി നമുക്ക് ഒരു സാധനം സ്ക്വയർ ഉള്ളതാണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ആ സ്ക്വയറിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് റൂട്ടാകും. അപ്പോൾ വി സ്ക്വയർ എന്തായിരുന്നു, ആർ ജി ടാൻ തീറ്റയാണ്. വിയോ റൂട്ട് ആർ ജി ടാൻ തീറ്റ. സ്ക്വയർ എന്ത് ചെയ്യും, അപ്പുറത്തേക്ക് കൊടുക്കും. നമുക്ക് വി സ്ക്വയർ വേണ്ട, വി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ സ്ക്വയറിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ റൂട്ടായി മാറും. മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. അപ്പം ഇതാണ് ബാങ്കിങ് ഓഫ് ദ റോഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ. അപ്പം നിങ്ങൾ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എഴുതി വെക്കുക എന്നുള്ളതാണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ടേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. സ്കെച്ച് ദ ഡയഗ്രാം ഓഫ് എ വെഹിക്കിൾ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വണ്ടി അങ്ങോട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് വണ്ടി വരച്ചു വെക്കുക എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. ഫസ്റ്റ് ഡയഗ്രാം വരയ്ക്കാനാണ്. അപ്പം നിങ്ങൾ അതിനകത്ത് അടിപൊളി ഒരു ഡയഗ്രാം അങ്ങോട്ട് വരയ്ക്കുക, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക കേട്ടോ. ഇനി ഇവിടെ എന്ത് ചെയ്യുക, വണ്ടി ഇങ്ങനെ വെക്കുക. ഈ ചെരുവിൽ എന്ത് ചെയ്യുക, വണ്ടീനെ ഇങ്ങനെ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യുക. എന്നിട്ട് പറയുക, റോഡ് വണ്ടീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് കാൾഡ് നോർമൽ റിയാക്ഷൻ. അതിനെ എന്താ വിളിക്കുക, നോർമൽ റിയാക്ഷൻ. പിന്നെ പറയുക, ഭൂമി വലിക്കുന്നുണ്ട് വണ്ടീനെ. അപ്പോൾ വണ്ടീൻ്റെ സെൻറ്ററിൽ നിന്ന് എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ഒരു എം ജി അങ്ങോട്ടേക്ക്. അത് എങ്ങനെയാവണം എന്നറിയാം, ഇതിന് പെർപെൻഡിക്കുലർ ആവണം. ഈ അടിയിലുള്ള വരയ്ക്ക് എന്താവുക, കുത്തനെ ആവുന്ന രീതിയിൽ. അടിയിലുള്ള വരയ്ക്ക് എന്താവുക, കുത്തനെയാവുക. അങ്ങനെ വരയ്ക്കുക. അടിയിലുള്ള വരയ്ക്ക് എന്താവണം, കുത്തനെയാവണം. അപ്പോൾ അടിയിലുള്ള വരയ്ക്ക്, അല്ലാണ്ട് നമ്മൾ മുകളിലുള്ള വര നോക്കണ്ട. അടിയിലുള്ള വരയ്ക്ക് എന്താണ്, അതിന് കുത്തനെ, അതായത് അടിയിലുള്ള വരയ്ക്ക് ഇങ്ങനെ ആവുന്ന രീതിയിൽ ഇത് വേണം ഇത് വരാൻ. അപ്പം അതിനെ നമ്മൾ എം ജി എന്ന് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ
എന്താ ചെയ്യേണ്ടത്? എം ജിക്ക് നേരെ മുകളിലേക്കൊരു ലൈന് വരയ്ക്കണം. അത് ഞാൻ വേറെ കളറിൽ വരയ്ക്കാം. എം ജിക്ക് മുകളിലേക്ക് എന്തുണ്ടാകണം? എം ജി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം ഒരു റൂള് കൂടി നിങ്ങൾ പഠിക്കണം. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും എന്താണ്? തീറ്റയാണ്. അപ്പം തീറ്റ ഉള്ള കമ്പണൻറ്റ്, ഇപ്പം എന്നിനെ നമ്മൾ രണ്ടാക്കി മാറ്റുകയാണ്. എന്നിനെ എന്താക്കുകയാണ്? എന്നിനെ നമ്മൾ രണ്ടാക്കുകയാണ്. അപ്പം ഒരു കമ്പണൻറ്റ് തീറ്റ ഉള്ള കമ്പണൻറ്റ് എന്താക്കി? എൻ സൈൻ തീറ്റ എന്ന് പറയണം. തീറ്റയിൽ ഉള്ളതിനെ എൻ കോസ് തീറ്റ. തീറ്റ ഉള്ളത് എന്താണ്? എൻ കോസ് തീറ്റ. തീറ്റ ഉള്ളത് എൻ കോസ് തീറ്റയും തീറ്റ ഇല്ലാത്തത് എൻ സൈൻ തീറ്റയും. ഇത്രയുമാണ് ബാങ്കിങ് ഓഫ് ദ റോഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ. ഇവിടെ നമ്മൾ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല. മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. ഇത് വരച്ചു വെക്കൂ, സ്ക്രീൻഷോട്ട് എടുക്കൂ. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ഇതങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ഡെറിവേഷനാണ്. ഞാൻ ഇത് മായ്ക്കുകയാണ്. ഇനി ഇതിൻ്റെ ഡെറിവേഷൻ. അപ്പം നമ്മൾ ഡയഗ്രാം വരയ്ക്കാനാണ്. സ്കെച്ച് ദ ഡയഗ്രാം ഓഫ് എ വെഹിക്കിൾ ഓൺ എ ബാങ്ക്ഡ് റോഡ്. ഉണ്ടില്ലേ? ബാങ്ക്ഡ് റോഡ്. ഇപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾ വിത്തൗട്ട് ഫ്രിക്ഷൻ എന്നാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കണം. ബാങ്ക്ഡ് റോഡ് വിത്ത് ഫ്രിക്ഷൻ എന്നാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു ബലം കൂടി ഇതിനകത്ത് ചേർക്കണം. മനസ്സിലായില്ലേ? അത് നമുക്ക് അടുത്തതിൽ പറയാം. അപ്പം ഇതെന്താണ്? ഡയഗ്രാം ഓഫ് എ വെഹിക്കിൾ ഓൺ എ ബാങ്ക്ഡ് റോഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ. മനസ്സിലായില്ലേ? വിത്തൗട്ട് ഫ്രിക്ഷൻ എന്നാണ്. അപ്പോൾ നമ്മളിപ്പം വിത്തൗട്ട് കൺസിഡറിങ് ഫ്രിക്ഷൻ്റെ ഡയഗ്രമാണ് ഇത് കേട്ടോ. വെഹിക്കിൾ ഓൺ എ ബാങ്ക്ഡ് റോഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ. വെഹിക്കിൾ ഓൺ എ ബാങ്ക്ഡ് റോഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ എന്നതിൻ്റെ താഴെ എഴുതി വെക്കുക കേട്ടോ. വിത്തൗട്ട് ഫ്രിക്ഷൻ. ഇനി നമ്മൾ ഇതിൻ്റെ ഡെറിവേഷനിലോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ എഴുതുക എം ബി സ്ക്വയർ ബൈ ആർ എന്താണ്? എൻ സൈൻ തീറ്റയാണ്. നടുക്കലേക്കുള്ള ബലം ആരാണ് കൊടുക്കുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അത് എം ബി സ്ക്വയർ ബൈ ആർ എൻ സൈൻ തീറ്റയാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? എം ജി എന്താണ്? എൻ കോസ് തീറ്റയാണ് എന്ന് പറയുക. അപ്പോൾ 1 ഇക്വേഷൻ 2. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? 1/2 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്നിട്ട് എം ബി സ്ക്വയർ ബൈ ആറിനെ എം ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം എൻ സൈൻ തീറ്റേനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? എൻ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ ഇവിടെ വൃത്തിയിൽ എഴുതുന്നുണ്ട് ഇവിടെ മുകളിൽ. അപ്പം നിങ്ങൾ ഇതിനകത്ത് നിന്നും അപ്പോൾ ഇവിടെയാണ് ഡെറിവേഷൻ വരുന്നത്. ഡെറിവേഷനാണ് ഇനി അങ്ങോട്ട്. എം ബി സ്ക്വയർ ബൈ ആർ ഈസ് ഈക്വൽ ടു എൻ സൈൻ തീറ്റ എന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്. അടുത്തത് എം ജി ഈസ് ഈക്വൽ ടു എൻ കോസ് തീറ്റ എന്നാണ് അടുത്ത സ്റ്റാർട്ടിങ്. ഇത് 2ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ 1നെ 2 കൊണ്ട് ഹരിക്കുക. അപ്പം നമുക്ക് കിട്ടും എം ബി സ്ക്വയർ ബൈ ആർ ഡിവൈഡഡ് ബൈ രണ്ടാമത്തത് ഇവിടെ ഈ സൈഡിൽ വരും. അപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യുക? എൻ സൈൻ തീറ്റ ബൈ എൻ കോസ് തീറ്റ. ഇത് അതേപോലെ ഒരു വര വരച്ച് അത് എഴുതി, അത്രയേ ഉള്ളൂ. എം വെട്ടിപ്പോയി. ബി സ്ക്വയറിൻ്റെ താഴെയാണ് ആറ്, വി സ്ക്വയറിൻ്റെ താഴെ തന്നെയാണ് ജി. അപ്പോൾ ഒരുമിച്ച് നമ്മൾ അങ്ങനെ പറഞ്ഞു. എൻ വെട്ടിപ്പോയി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ തീറ്റയാണ്. ഇനി വി സ്ക്വയർ എന്താണ്? ആർ ജിനെ അങ്ങോട്ടേക്ക് എടുക്കുക. ആർ ജി ടാൻ തീറ്റയാണ്. അപ്പോൾ വി എന്താണ്? റൂട്ട് ആർ ജി ടാൻ തീറ്റയാണ്. ഇതാണ് എന്ത്? വി മാക്സ് സേഫ് എന്ന് എഴുതുക. വി സേഫ് സ്പീഡ് എന്ന് എഴുതുക. മനസ്സിലായില്ലേ? വി മാക്സ് സേഫ് എന്ന് എഴുതി വെക്കുക. മാക്സിമം ഒരു റോഡിൽ, ഒരു ചെരിവുള്ള റോഡിൽ പോകാവുന്ന സ്പീഡ് ഇതാണ്. വി മാക്സ് സേഫ്. അത് റേഡിയസ് ഇൻറ്റു ജി ഇൻറ്റു ടാൻ തീറ്റ. ആ റോഡിൻ്റെ വളവൊക്കെ അനുസരിച്ചിരിക്കും ആ റോട്ടിലെ. അപ്പോൾ കൂടുതൽ ആംഗിൾ ചെരിവ് അതിനനുസരിച്ച് എന്ത് ചെയ്യും? കുറച്ച് ബാങ്കിങ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്പീഡ് പോകാം. നമുക്ക് കുറച്ച് നല്ല സ്പീഡ് ഉണ്ടെങ്കിലും വണ്ടി എന്ത് ചെയ്യില്ല? സ്കിഡ് ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ ബാങ്കിങ് ഇതാണ്. അപ്പം മാക്സിമം സേഫ് സ്പീഡ് ഉള്ള ബാങ്ക്ഡ് റോഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ ആണ് കേട്ടോ. ഇതെന്താണ്? ബാങ്ക്ഡ് റോഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ. അത് മാറിപ്പോകരുത്. ബാങ്ക്ഡ് റോഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ. അപ്പോൾ ഇത് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. ബാങ്ക്ഡ് റോഡ് വിത്തൗട്ട് ആണ്. വിത്തൗട്ട്. ഓക്കെ.
ഓക്കെ, അപ്പം ഇത് നിങ്ങൾ അതിൻ്റെ ഡെറിവേഷൻ എഴുതി വെച്ചു. ഇനി നമുക്ക് പോകേണ്ടത് ബാങ്ക്ഡ് റോഡ് വിത്ത് ഫ്രിക്ഷൻ ആണ്. മനസ്സിലായില്ലേ? ബാങ്ക്ഡ് റോഡ് വിത്ത് ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ആ റോട്ടിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഡെറിവേഷൻ. മനസ്സിലായോ? ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇങ്ങനെ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തില്ലേ? എടുത്തെങ്കിൽ ലൈക്ക് അടിച്ച്. ഓക്കെ, ഇത് കംപ്ലീറ്റ് സെറ്റ് ആണല്ലോ. ഓക്കെ, ഇനി അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ബാങ്കിങ് ഓഫ് ദ റോഡ് വിത്ത് ഫ്രിക്ഷൻ ആണ്. ബാങ്കിങ് ഓഫ് ദ റോഡ്, ബാങ്കിങ് ഓഫ് ദ റോഡ്, ബാങ്കിങ് ഓഫ് ദ റോഡ്. ഇതിനകത്ത് ഒരു മിനിറ്റ് ഞാൻ നേരെ ഇരുന്ന് എഴുതിട്ട് എഴുത്തിൻ്റെ ബോർഡ് എന്തോ ഒരു ആംഗുലേഷൻ. അപ്പം ബാങ്കിങ് ഓഫ് ദ റോഡ് വിത്ത് ഫ്രിക്ഷൻ, ഇതെന്താണ്? ബാങ്കിങ് ഓഫ് ദ റോഡ്, കൺസിഡറിങ് ബാങ്കിങ് ഓഫ് ദ റോഡ് വിത്ത് ഫ്രിക്ഷൻ, വിത്ത് ഫ്രിക്ഷൻ. ഇത് കുറച്ച് എന്താണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. കുറച്ച് എന്ന് മാത്രമല്ല, അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ്. സംഗതി എന്തുതന്നെയാണ്? ബാങ്ക്ഡ് റോഡ് തന്നെയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേ ഡയഗ്രാം തന്നെ എന്ത് ചെയ്യുക? അങ്ങ് വരച്ച് വെക്കുക. ഇവിടെ ഒരു എക്സ്ട്രാ ഒരാൾ വരുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ. ഫസ്റ്റ് നമുക്കറിയാം എന്താണ്, എൻ ആണ്. പിന്നെ ഭൂമി ഇതിനെന്ത് ചെയ്യുന്നുണ്ട്? സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം? നമുക്കറിയാം എം ജി ഇങ്ങോട്ടേക്ക് വരയ്ക്കണം. അപ്പോൾ എം ജി ഇവിടെ ഉണ്ട്, അതും കഴിഞ്ഞു. ഇനി നമുക്കറിയാം എം ജിക്ക് മുകളിലേക്ക് ആരെ വരയ്ക്കണം? ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇവിടെ എന്താക്കണം? എം ജിക്ക് നേരെ, ഇത് എം ജി എന്ത് ചെയ്യുക? കുറച്ച് ഇങ്ങനെ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് എന്താക്കുക? കുത്തനെയാക്കുക. എം ജി കുറച്ചുകൂടി എന്താക്കുക? കുത്തനെയാക്കുക. അപ്പം മറ്റേ സെക്കൻഡ്. ഓക്കെ, അപ്പം എം ജി നമുക്ക് കുറച്ച് എന്താക്കണം? കുത്തനെയാക്കുക. എം ജി എന്ത് ചെയ്യുക? ഈ തറക്ക് ഇങ്ങനെ ആക്കണം. അപ്പം അത് വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക? അവിടുന്ന് ഇങ്ങോട്ടേക്ക് ആക്കുക. ഓക്കെ, അപ്പം എം ജി നമ്മൾ അങ്ങോട്ടേക്ക് കുത്തനെയാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എം ജിക്ക് നേരെ മുകളിലേക്ക് ആരെ കൊടുക്കുക? ആ എന്നിനെ 2 കമ്പോണൻ്റ് ആക്കി മാറ്റുക. എന്നിനെ നമ്മൾ പണ്ട് ചെയ്ത പോലെ തന്നെ എന്താക്കി മാറ്റുക? മുകളിലേക്കൊരു കമ്പോണൻ്റ്, ഈ എം ജിക്ക് നേരെ മുകളിൽ. ഇതിനെ എന്ത് കൊടുക്കുക? ഇത് ആംഗിൾ തീറ്റയാണ്. അപ്പം ഇതെന്താണ്? എൻ കോസ് തീറ്റയാണ്. ആംഗിൾ ഉള്ളത് എന്താണ്? എൻ കോസ് തീറ്റ. അപ്പം അതിനെ എൻ കോസ് തീറ്റ എന്ന് നേരത്തെ കൊടുത്ത പോലെ തന്നെ കൊടുക്കുക. സെയിം സംഭവം, എൻ കോസ് തീറ്റ. ഇനി ഇതിനെന്ത് കൊടുക്കുക? ഇങ്ങോട്ടേക്ക് നമ്മൾ പറഞ്ഞു അതിനെ 2 എണ്ണാക്കി മാറ്റും. ഇങ്ങോട്ടേക്ക് എന്താണ്? എൻ സൈൻ തീറ്റയാണ് കൊടുക്കേണ്ടത്. ഇനി ഇതിനകത്ത് എക്സ്ട്രാ ഒരു സംഭവം കൂടി ആഡ് ചെയ്യണം. അത് ഞാനിവിടെ നീല കളറിൽ ആഡ് ചെയ്യാം. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഈ ഒരു തറയും വണ്ടിയും തമ്മിൽ എന്തുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫ്രിക്ഷൻ ഇവിടെ കൺസിഡർ ചെയ്യണം. അപ്പം നമുക്ക് തൽക്കാലം ഫ്രിക്ഷന് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഈ ഒരു വണ്ടിയും അടിയിലേക്കാണ്, ഇവിടെയാണ് ആക്ച്വലി ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഫ്രിക്ഷൻ ഇവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. അപ്പം അതിനെയും നിങ്ങൾ എന്ത് ചെയ്യണം? അതും ഇങ്ങനെ ചേരിച്ചിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിനെയും നിങ്ങൾ എന്താക്കണം? 2 എണ്ണം ആക്കണം. അപ്പോൾ ഫ്രിക്ഷന് ഞാൻ ഇങ്ങോട്ടേക്കൊരു കമ്പണൻറ്റ് കൊടുക്കാൻ പോവുകയാണ്. ഇങ്ങോട്ടേക്കൊരു കമ്പണൻറ്റ്. അപ്പം നോക്കൂ നിങ്ങൾ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ മാത്സിൽ ഇങ്ങനെ ഒരു റൂളുണ്ട്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇങ്ങനെ, ഇത് നോക്കൂ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയല്ലേ? ഈ ആംഗിളും തീറ്റയാണ്. അപ്പോൾ ഫ്രിക്ഷൻ്റെ ഈ ആംഗിളും തീറ്റയാണ്. അപ്പോൾ ഫ്രിക്ഷനെയും നമ്മൾ എന്താക്കുകയാണ്? 2 കമ്പണൻ്റ് ആക്കുകയാണ്. ഫ്രിക്ഷനെ എന്താക്കിയിട്ടുണ്ട്? ഫ്രിക്ഷൻ ഇതാണ്, ഫ്രിക്ഷൻ ഇതാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത് എക്സ്ട്രാ ചെയ്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രിക്ഷനെ നമ്മൾ എന്താക്കി? ഇങ്ങോട്ടേക്ക് ഫ്രിക്ഷൻ ഒരു കമ്പണൻ്റ്, തീറ്റ ഉള്ള കമ്പണൻ്റ് നമുക്കറിയാം എഫ് എസ് കോസ് തീറ്റയാണ്. തീറ്റ ഉള്ളത് എന്താണ്? എഫ് എസ് കോസ് തീറ്റയാണ്. ഫ്രിക്ഷൻ്റെ തീറ്റ ഇല്ലാത്ത ഇങ്ങോട്ടേക്കുള്ള കമ്പണൻ്റ് അപ്പം നീല എന്ത് വരും? എഫ് എസ് സൈൻ തീറ്റ എന്ന് വരും. ഇത് മനസ്സിലായവർ ലൈക്ക് അടിച്ച് ഒന്ന് സൂം ചെയ്ത് നോക്കിയിട്ട്. നമ്മളിവിടെ ചെയ്ത ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പിങ്ക് കളറിൽ ഒരു എഫ് എസിനെ കൊണ്ടുവന്നു, അതിനെ 2 എണ്ണം ആക്കി. നമ്മൾ എന്താ കൊണ്ടുവന്നത്? ഒരു പിങ്ക് കളറിൽ എഫ് എസിനെ ഇവിടെ കൊണ്ടുവന്നു. മനസ്സിലായില്ലേ? ഇതാ പിങ്ക് കളർ എഫ് എസിനെ കൊണ്ടുവന്നു. ആദ്യത്തിൽ അതുണ്ടായിരുന്നില്ല. എന്നിട്ട് ആ എഫ് എസിനെ നമ്മൾ എന്താക്കി മാറ്റി? എഫ് എസിനെ ഇങ്ങോട്ടേക്ക് ഒരു കമ്പണൻ്റ് ഇവിടെ തീറ്റയാക്കിയിട്ട് ഇവിടേക്ക് എഫ് എസ് കോസ് തീറ്റയാണ്. തീറ്റ ഉള്ള ഭാഗം എന്താണ്? എഫ് എസ് കോസ് തീറ്റ. തീറ്റ ഇല്ലാത്തത് എഫ് എസ് സൈൻ തീറ്റ. അങ്ങനെയാക്കി മാറ്റി. മനസ്സിലായവർ ലൈക്ക് അടിച്ചേ, മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിനകത്ത് എന്തുകൊണ്ടാണ്? മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇത് എഴുതി പഠിക്കണം. എന്നിനെ നമ്മൾ എന്താക്കി?
എൻ കോസ് തീറ്റയും എൻ സൈൻ തീറ്റയുമാക്കി. എന്നിനെ പോലെ ചെരിഞ്ഞിരിക്കുന്ന ആളാണ് എഫ് എസും, അതിനെയും ഇങ്ങനെ രണ്ട് കമ്പോണൻ്റ് ആക്കി. മനസ്സിലായില്ലേ? അപ്പോൾ തീറ്റ ഉള്ളത് എഫ് എസ് കോസ് തീറ്റ, സെൻറ്ററിലോട്ട്, അതായത് എപ്പോഴും സെൻറ്ററിലോട്ട് എന്താണ്, സെൻറ്ററിലോട്ട് നമുക്കറിയാം എന്നിനെ എൻ സൈൻ തീറ്റ അല്ലേ വന്നത്, അപ്പോൾ എഫിൻ്റെ കോസ് തീറ്റയാണ് വരിക, അല്ലാതെ രണ്ടും സൈന് വരില്ല. മനസ്സിലായോ? ആ ലോജിക്ക് വെച്ചാൽ മതി. നമ്മൾ ആദ്യം എൻ കോസ് തീറ്റ ഇങ്ങോട്ടേക്കും എൻ സൈൻ തീറ്റ അല്ലേ ഇങ്ങോട്ടേക്ക്, അപ്പം പിന്നെ എഫിൻ്റെ കോസ് തീറ്റയാണ് ഇങ്ങോട്ടേക്ക് വരിക. മനസ്സിലായോ? അപ്പോൾ അത് മറക്കൂല. മനസ്സിലായോ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഇക്വേഷൻ സെയിം സാധനങ്ങൾ തന്നെ എഴുതി വെക്കേണ്ട സംഭവമാണ്. അപ്പം ഇതിനകത്തുനിന്ന് നമ്മൾ അപ്പം ആർക്കെങ്കിലും മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ നേരത്തെ വരച്ച സെയിം ഡെറിവേഷൻ തന്നെയാണ് അതിനകത്ത്. നേരത്തെ നമ്മൾ എന്തിരുന്നു, റോഡിൻ്റെ എണ്ണ് റോഡ് വണ്ടീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, എം ജി ഇങ്ങോട്ടേക്കുണ്ടെന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ എന്താക്കിയിരുന്നു, എന്നിനെ രണ്ടെണ്ണം ആക്കി, മുകളിലേക്ക് ഒന്നും എന്നിനെ ഇങ്ങോട്ടേക്കൊന്നും. ഈ എന്നിനെ നമ്മൾ എന്താക്കി, രണ്ടെണ്ണം ആക്കി. മുകളിലേക്കുള്ളത് എന്താണ്, ഈ ആംഗിൾ തീറ്റയാന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് എൻ കോസ് തീറ്റയും ഇങ്ങോട്ടേക്ക് എൻ സൈൻ തീറ്റയും. ഇനി ഇതേപോലെ ഇവിടെ വണ്ടിയും റോഡും തമ്മിൽ ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്. ഇവിടെ എന്തുണ്ട്, ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഫ്രിക്ഷനെയും നിങ്ങൾ എന്താക്കണം, രണ്ടെണ്ണം ആക്കണം. ഈ എന്നിനെ എൻ കോസ് തീറ്റയും എൻ സൈൻ തീറ്റയും ആക്കിയ പോലെ ഈ ഫ്രിക്ഷനെ ഇങ്ങോട്ടേക്ക് എന്താക്കുക, ഈ ആംഗിൾ തീറ്റയാണ്, അത് എൻ സൈൻ തീറ്റ അല്ലേ, അപ്പോൾ ഫ്രിക്ഷൻ അവിടെ കോസ് തീറ്റയാണ് വരിക, എഫ് എസ് കോസ് തീറ്റ. അതേപോലെ ഫ്രിക്ഷൻ എന്ത് ചെയ്യണം, ഫ്രിക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്ക് ഒരു കമ്പോണൻ്റ് ആക്കണം ഫ്രിക്ഷന്. അപ്പോൾ അത് എഫ് എസ് സൈൻ തീറ്റയാണ് വരിക. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി നിങ്ങൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷന് ബാലൻസ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ചിത്രം നിങ്ങൾ അതിനകത്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, സെൻറ്ററിലോട്ട് ഇപ്പോൾ ആരൊക്കെയാണ് നമുക്കറിയാം. സെൻറ്ററിലോട്ടുള്ള ബലമാണ് എന്ത്, എം ബി സ്ക്വയർ ബൈ ആറ്. അത് ആരൊക്കെയാണ് നോക്കുക, എം ബി സ്ക്വയർ ബൈ ആറ് ആരൊക്കെയാണ്. ഒരാൾ അവിടെ കൂടിയിട്ടുണ്ട് സെൻറ്ററിലോട്ട് നേരത്തെ ഉള്ളതിൽ നിന്നും. നേരത്തെ സെൻറ്ററിലോട്ട് എൻ സൈൻ തീറ്റ മാത്രമായിരുന്നെങ്കിൽ ഇപ്പം സെൻറ്ററിലോട്ട് എന്താണ്, എൻ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റയാണ്. ഇത് മനസ്സിലായവർ ലൈക്ക് അടിച്ച്. നേരത്തെ സെൻറ്ററിലോട്ട് എൻ സൈൻ തീറ്റ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഇപ്പം ഇങ്ങോട്ടേക്ക് എഫ് എസ് കോസ് തീറ്റ കൂടി ഉണ്ട്. അപ്പം എം ബി സ്ക്വയർ ബൈ ആർ എന്താണ്, എൻ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റയാണ്. ഇപ്പം ഇങ്ങോട്ടേക്ക് രണ്ട് ബലങ്ങളില്ലേ സെൻറ്ററിലോട്ട്. മനസ്സിലായവർ ലൈക്ക് അടിച്ചേ, മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. സെൻറ്ററിലോട്ട് രണ്ടെണ്ണം ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലോട്ട്, താഴോട്ടേക്കും മുകളിലോട്ടും ഉള്ളതാണ് പിന്നെ നമ്മൾ എഴുതിയിരുന്നത്. പക്ഷേ ഇപ്പം എന്താ പ്രശ്നം, താഴോട്ടേക്ക് എം ജി മാത്രമല്ല, താഴോട്ടേക്ക് എം ജിയുടെ കൂടെ എന്തുണ്ട്, എഫ് എസ് സൈൻ തീറ്റ ഉണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ എഴുതണം, എം ജി, നേരത്തെ എം ജി മാത്രമായിരുന്നു, അതുകൊണ്ട് അത് എൻ കോസ് തീറ്റ എന്ന് എഴുതിയിരുന്നു. പക്ഷേ ഇപ്പം എം ജിയും എന്തുണ്ട്, എഫ് എസ് സൈൻ തീറ്റയും അടിയിലേക്കുണ്ട്, ഈ എഫ് എസിൻ്റെ ഒരു ഭാഗവും അടിയിലേക്കുണ്ട്. അപ്പം എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റയാണ് എന്ത്, എൻ കോസ് തീറ്റ, മുകളിലേക്ക് ബാലൻസ് ആവുന്നത്. ഇത് മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. താഴേക്ക് രണ്ടെണ്ണം ഉണ്ട്, എം ജി ഭൂമി വലിക്കുന്നതും ഉണ്ട്, പിന്നെ ഈ എഫ് എസിൻ്റെ ഭാഗവും ഉണ്ട്, എഫ് എസ് സൈൻ തീറ്റ. മനസ്സിലായവർ ലൈക്ക് അടിക്കൂ, മനസ്സിലായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കൂ. അപ്പം ഇത് രണ്ടും അതിനകത്ത് എഴുതി വെച്ചു. ഇനി നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിന് മുന്നേ ഒരു കാര്യം ചെയ്യാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ഇക്വേഷന് പോലെ ഇതിനെ ആക്കണം. നമുക്ക് കഴിഞ്ഞ ഇക്വേഷനിൽ ഒരു സൈഡിൽ എം ബി സ്ക്വയർ ബൈ ആറും ഒരു സൈഡിൽ എം ജി ഉള്ളായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എഫ് എസ് സൈൻ തീറ്റനെ അങ്ങോട്ടേക്ക് മറിക്കണം. അപ്പം എന്താക്കി മാറ്റുക, എം ജി ഈക്വൽ ടു എൻ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ എന്നാകും. ഈ എഫ് എസ് സൈൻ തീറ്റനെ അങ്ങോട്ടേക്ക് മറിക്കുക. എന്നാലാണ് നമുക്ക് എം വെട്ടിപ്പോകാനും വി സ്ക്വയർ ബൈ ആർ ജി ആക്കാനും ഒക്കെ എളുപ്പം. അപ്പോൾ എഫ് എസ് കോസ് തീറ്റനെ അങ്ങോട്ടേക്ക് മറിക്കണം എന്നുള്ള ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ അതിനകത്ത് ചെയ്യണം. മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. എം ജിയെ ഒരു സൈഡിലാക്കണം, അത് ഇതിനകത്ത് ചെയ്യണം. എം ജിയെ അവിടെ മാറ്റിയിട്ട് എഫ് എസ് സൈൻ തീറ്റേനെ എന്ത് ചെയ്തു, അപ്പുറത്തേക്ക് മാറ്റി. അപ്പം മൈനസ് എഫ് എസ് സൈൻ തീറ്റ എന്നായി. ഇവിടെ പ്ലസ് ഉള്ളത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, മൈനസ് ആകും. ഇനി നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് പഴയതുപോലെ ആയിട്ടുണ്ട്. എം ബി സ്ക്വയർ ബൈ ആർ
ഇക്വേഷൻ 1 ഇക്വേഷൻ 3 ഇവിടെ ഒന്നിന് എന്ത് ചെയ്യുക 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് എം വി സ്ക്വയർ ബൈ ആർ ആണ്, ഇതിൽ എം ജി ആണ്. അപ്പോൾ എം വി സ്ക്വയർ ബൈ ആർ ഡിവൈഡഡ് ബൈ എം ജി ഈക്വൽ ടു ഇതിൽ എന്തൊക്കെയാണോ അത് എഴുതി വെക്കുക. എൻ സൈൻ തീറ്റ പ്ലസ് എന്താണ് എഫ് എസ് കോസ് തീറ്റയാണ്. ഇനി ഇവിടെ എന്താണ്, ഇവിടെ എൻ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റയാണ്. എൻ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റയാണ്. ഇത് മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. ഇത് മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. ഇതൊന്നും ചെയ്തിട്ടില്ല, ഇക്വേഷൻ 1/3 എന്ന് എഴുതിയതാണ്. ഇനി എന്ത് ചെയ്യുക, നേരത്തെ പോലെ എം വെട്ടിപ്പോകും. ബി സ്ക്വയറിൻ്റെ താഴെയാണ് ആര്, ആറ്, അതേപോലെ ജിയും. അപ്പോൾ ഒരുമിച്ച് വി സ്ക്വയറിൻ്റെ താഴെ ആർ ജി എന്ന് എഴുതാം. വി സ്ക്വയറിൻ്റെ താഴെയാണ് ആറ്, വി സ്ക്വയറിൻ്റെ താഴെയാണ് ജി. അപ്പോൾ വി സ്ക്വയറിൻ്റെ താഴെയാണ് ആർ ജി എന്ന് പറഞ്ഞാൽ മതി. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷനെ എല്ലാം എന്ത് ചെയ്യണം, കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എല്ലാ ടേമുകളെയും എന്ത് ചെയ്യുക, കോസ് തീറ്റ ഡിവൈഡ് ചെയ്യുക. അതുമാത്രമല്ല ഈ എഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ, അത് നിങ്ങൾ പഠിച്ചു വെക്കണം. മ്യൂ എസ് ഇൻറ്റു എഫ് എസ് എന്താണ്, മ്യൂ എസ് ഇൻറ്റു എൻ എന്ന് പഠിക്കണം. എഫ് എസിന് പകരം നമ്മൾ എന്ത് എഴുതണം, എല്ലായിടത്തും മ്യൂ എസ് ഇൻറ്റു എൻ എന്ന് എഴുതണം. എഫ് എസിനെ ഒക്കെ എന്ത് മാറ്റണം, മ്യൂ എസ് ഇൻറ്റു എൻ. അത് ഈ ബാങ്കിങ് ഓഫ് ദ റോഡ് വിത്ത് ഫ്രിക്ഷനിൽ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ എഫ് എസിനെ ഒക്കെ നമുക്ക് എന്താക്കണം, മ്യൂ എസ് ഇൻറ്റു എൻ. അപ്പം എന്തായി, എൻ സൈൻ തീറ്റ. അപ്പം ഇനി ഞാൻ ബാക്കിയുള്ളത് എന്ത് ചെയ്യുക, അടുത്ത സ്ലൈഡിൽ അങ്ങോട്ടേക്ക് എഴുതാം. എവിടെ ഇതിനകത്ത് പോയാ, ഇനി അടുത്ത ഇതിൻ്റെ ബാക്കി ഞാൻ എന്ത് ചെയ്യാം, അടുത്ത സ്ലൈഡ് അവിടെ ഫ്രീ ആക്കിയിട്ട് ഇവിടെ അങ്ങോട്ടേക്ക് എഴുതാം. ഓക്കെ. അപ്പോൾ ഇനി ബാക്കി വരുന്നത്, അതിനകത്തെ ബാക്കി വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് എം വി സ്ക്വയർ ബൈ ആർ എന്ത് വന്നു, എം വി സ്ക്വയർ ബൈ ആർ ബൈ എം ജി ഈക്വൽ ടു ഒരു സൈഡിൽ വന്നിരുന്നത് എഫ് എസ് സെൻറ്ററിലോട്ട് ഉണ്ടായിരുന്നത് ആരാണ്, നേരത്തെ പോലെ തന്നെ എൻ സൈൻ തീറ്റ ഉണ്ടായിരുന്നു. നേരത്തെ പോലെ ആരുണ്ട്, എൻ സൈൻ തീറ്റ ഉണ്ട്. പ്ലസ് ആരുണ്ട്, സെൻറ്ററിലോട്ട് എഫ് എസ് കോസ് തീറ്റ ഉണ്ടായിരുന്നു. ബൈ മുകളിലോട്ട് ആരാ ഉണ്ടായിരുന്നത്, നേരത്തെ എൻ കോസ് തീറ്റേൻ്റെ കൂടെ താഴോട്ടേക്ക് ഒരു എഫ് എസ് സൈൻ തീറ്റ ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ട് എഫ് എസ് സൈൻ തീറ്റ ഇങ്ങനെ ആക്കിയിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫ് എസിന് പകരം എന്ത് എഴുതണം, ഈ എന്നിൻ്റെ ടേമിലാക്കുക, മ്യൂ എസ് ഇൻറ്റു എൻ എന്ന് എഴുതണം. അപ്പോൾ എഫ് എസിനെ ഞാൻ മാറ്റാൻ പോവുകയാണ്, മ്യൂ എസ് ഇൻറ്റു എൻ കോസ് തീറ്റ എന്ന് മാറ്റി. ഇവിടെയും എന്താക്കി മാറ്റി, എൻ കോസ് തീറ്റ അതുപോലെ നിർത്തി. മൈനസ് എഫ് എസിനെ ഞാൻ എന്താക്കി, മ്യൂ എസ് ഇൻറ്റു എൻ സൈൻ തീറ്റ എന്നാക്കി മാറ്റി. അതായത് എഫ് എസിനെ മ്യൂ എസ് ഇൻറ്റു എൻ ആക്കി. വേറെ ഒന്നുമില്ല. മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. എഫ് എസിന് പകരം മ്യൂ എസ് ഇൻറ്റു എൻ എന്നാക്കി. ഇതൊരു ഷുവർ ഡെറിവേഷൻ ആട്ടോ. ഷുവർ എന്ന് പറഞ്ഞാൽ 4 മാർക്കിന് ഷുവർ ഡെറിവേഷൻ. ഇനി ഇത് കഴിഞ്ഞാൽ ഇത് സമയമെടുത്ത് നിങ്ങൾ പഠിക്കണം. ഇനി എന്താ ചെയ്യുക, എന്ന് ഇപ്പം എന്തായി, എല്ലായിടത്തും എന്നുണ്ട്. ഇവിടെ ഒരു എന്നുണ്ട്, ഇവിടെ ഒരു എന്നുണ്ട്, ഇവിടെ ഒരു എന്നുണ്ട്. എല്ലാ ടേമിലും എന്നുണ്ടെങ്കിൽ ക്യാൻസലായി പോകും. അപ്പം ബാക്കി എന്താ വന്നത്, ബാക്കി ഇവിടെ വരിക വി സ്ക്വയർ ബൈ ആർ ജി ആണ്. ഈക്വൽ ടു എന്നൊക്കെ കട്ടായി പോയി. എന്താ വരിക, സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ എന്ന് വരും ഒരു സൈഡിൽ. അടിയിലോ കോസ് തീറ്റ മൈനസ് എന്ത് വരും, മ്യൂ എസ് സൈൻ തീറ്റ എന്ന് വരും. കാരണം എന്നൊക്കെ കട്ട് ചെയ്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ എന്ത് ചെയ്തു, എന്നുകളെ കട്ട് ചെയ്തു, ബാക്കി അതുപോലെ എഴുതി. മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. എല്ലായിടത്തും എന്നുള്ളത് കൊണ്ട് എന്ന് കട്ട് ചെയ്തു എന്നേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായോ? മനസ്സിലായി. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ടേമിൻ്റെ താഴെയും എന്ത് എഴുതി വെക്കുക, നമുക്ക് ടാൻ തീറ്റയാക്കണം. എല്ലാത്തിനെയും എന്താക്കണം, കോസ് തീറ്റ എന്നുള്ളത് കൊണ്ട് എല്ലാ ടേമിൻ്റെ താഴെയും നിങ്ങൾ എന്ത് എഴുതി വെക്കുക, കോസ് തീറ്റ എന്ന് എഴുതി വെക്കുക. അപ്പോൾ ഫസ്റ്റത്തത് എന്ത് വരും, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് വരും. പ്ലസ് മ്യൂ എസ് ഇൻറ്റു ഈ കോസ് തീറ്റയുടെ താഴെയും എന്ത് എഴുതി വെക്കുക, കോസ് തീറ്റ എന്ന് എഴുതി വെക്കുക. എല്ലാത്തിൻ്റെ താഴെയും എന്ത് ചെയ്യുക, പോയിട്ട് കോസ് തീറ്റ എന്ന് എഴുതി വെക്കുക.
അപ്പം ഇവിടെ കോസ് തീറ്റ ഉണ്ട് ഓൾറെഡി, അതിൻ്റെ താഴെയും എന്ത് എഴുതി വെക്കുക, കോസ് തീറ്റ എന്ന് എഴുതി വെക്കുക. ഇവിടെ മ്യൂ എസ് സൈൻ തീറ്റ അല്ലേ, അതിൻ്റെ താഴെയും എന്ത് ചെയ്യുക, കോസ് തീറ്റ എന്ന് എഴുതി വെക്കുക. ഇപ്പം നമ്മൾ എന്താ ചെയ്തത്, കോസ് തീറ്റ എന്നുള്ളത് ഇവിടെ കോസ് തീറ്റ എഴുതി താഴെ, ഇതിൻ്റെ താഴെയും കോസ് തീറ്റ എഴുതി, ഇതിൻ്റെ താഴെയും കോസ് തീറ്റ എഴുതി, ഇതിൻ്റെ താഴെയും കോസ് തീറ്റ എഴുതി, എല്ലാത്തിൻ്റെ താഴെയും കോസ് തീറ്റ എഴുതുകയാണ് നമ്മളിവിടെ ചെയ്തത്. ഇത് മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. എല്ലാ ടേമിൻ്റെ താഴെയും കോസ് തീറ്റ എന്നാക്കി എഴുതി. ഇനി എന്താണ്, ഇനി നിങ്ങൾക്ക് മനസ്സിലാകും v²/rg അവിടെ നിന്നോട്ടെ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ മാത്സിൽ എന്താണ്, ടാൻ തീറ്റയാണ്. മാത്സിൽ എന്താണ്, ടാൻ തീറ്റയാണ്. പ്ലസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ വെട്ടിപ്പോകും, അപ്പോൾ അവിടെ മ്യൂ എസ് മാത്രമേ വരുള്ളൂ. ഇനി അടിയിലും കോസ് തീറ്റ വെട്ടിപ്പോകും, അപ്പോൾ അത് ഒന്നാകും. മൈനസ് മ്യൂ എസ് ഇൻറ്റു സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്, അത് ടാൻ തീറ്റയാകും. മൈനസ് മ്യൂ എസ് ഇൻറ്റു ടാൻ തീറ്റ എന്നാകും. ഇത് മനസ്സിലായവർ ലൈക്ക് അടിച്ച്. ഒന്നും ചെയ്തിട്ടില്ല. സൈൻ ബൈ കോസിനെ ടാൻ എന്ന് എഴുതി, ഇതിനെ ടാൻ എന്ന് എഴുതി, സൈൻ ബൈ കോസിനെ ടാൻ എന്ന് എഴുതി. പിന്നെ കോസ് ബൈ കോസിനെ 1 അതിന് വെട്ടിപ്പോയി. പിന്നെ ഇവിടെ കോസ് ബൈ കോസ് വെട്ടിയാൽ അവിടെ ബാക്കി 1 ഉണ്ടാവുക. ഇവിടെ മ്യൂ എസ് ഇൻറ്റു 1 ഉണ്ടാകും, അത് മ്യൂ എസ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ മ്യൂ എസ് തന്നെയാണ്. ഇത് മനസ്സിലായോ? മനസ്സിലായി. അപ്പം അതിനകത്ത് ആരെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ പറയുക. അതിനകത്ത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഫൈനലി ഇങ്ങനെ കിട്ടി, v²/rg = മ്യൂ എസ് ഇൻറ്റു മ്യൂ എസ് 1 എന്തായിരുന്നു, ടാൻ തീറ്റ. ഇങ്ങനെ വന്നു ടാൻ തീറ്റ. ഫസ്റ്റ് എന്ത് വന്നു, ടാൻ തീറ്റ. പിന്നെ ഒരിടത്ത് എന്ത് വന്നു, മ്യൂ എസ് വന്നു. ഒരിടത്ത് 1 - മ്യൂ എസ് ടാൻ തീറ്റ എന്ന് വന്നു. ഇനി നമ്മൾ പഴയതുപോലെ v² ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ rgനെ അവിടെ കൊണ്ടുപോവുക. അപ്പോൾ rg ഇൻറ്റു ഇത് എന്നാകും, ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ബൈ 1 - മ്യൂ എസ് ടാൻ തീറ്റ എന്നാകും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, v² അല്ല നമുക്ക് വേണ്ടത്, vmax ആണ്. vmax സേഫ് ആണ്, vmax സേഫ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ v² സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ടാകും. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ rg ഇൻറ്റു ഇതിനങ്ങോട്ട് എഴുതാം, ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഡിവൈഡഡ് ബൈ 1 - മ്യൂ എസ് ടാൻ തീറ്റ. ഇതാണ് ബാങ്ക്ഡ് റോഡിലെ മാക്സിമം സേഫ് സ്പീഡ്. ഇത്രയും ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഫിസിക്സിലെ ഡെറിവേഷനാണ്, എല്ലാ വർഷവും ചോദിക്കുന്ന ഡെറിവേഷനാണ്. ബാങ്ക്ഡ് റോഡാണ് ഫ്രിക്ഷൻ ഉള്ളത്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിന് തൊട്ട് മുന്നേ ചെയ്തത് ഫ്രിക്ഷൻ ഉണ്ടായിരുന്നില്ല, അത് കുറച്ചുകൂടി എളുപ്പമാണ്. ഇത് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഇത് മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. ലാസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായവർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ഒറ്റ സെക്കൻഡ്, ഞാനൊരു ക്ലാസ്സിൻ്റെ കാര്യം പറയാനുണ്ട്. അപ്പോൾ ഇത് ഇത്രയും സമയമെടുത്ത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ പറയാനേ അതിനകത്ത് പറ്റത്തുള്ളൂ. ഇത് അത്രയും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഈ ഒരു ബാങ്കിങ് ഓഫ് ദ റോഡ് വിത്ത് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇതങ്ങ് എഴുതി വെക്കും. അപ്പം നിങ്ങളോട് ബാങ്കിങ് ഓഫ് ദ റോഡ് വിത്ത് ഫ്രിക്ഷൻ എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ വിത്ത് ഫ്രിക്ഷൻ എന്നുണ്ടാകും. അപ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വിത്തൗട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് തന്നെയാണ്. വിത്തൗട്ട് എന്നില്ല, ബാങ്കിങ് ഓഫ് ദ റോഡ് എന്ന് മാത്രം ഡെറിവേഷൻ എഴുതാൻ പറഞ്ഞാൽ ഇതങ്ങ് എഴുതിയാൽ മതി. മനസ്സിലായോ? ബാങ്കിങ് ഓഫ് ദ റോഡ് വിത്ത് ഫ്രിക്ഷൻ എന്നുണ്ടെങ്കിലും ഇനിയിപ്പം ജനറലി ബാങ്കിങ് ഓഫ് ദ റോഡ് എന്ന് പറഞ്ഞ് ഡെറിവേഷൻ ചെയ്യാൻ പറഞ്ഞാലും ഇതാണ് എഴുതേണ്ടത്. അപ്പം ബാങ്കിങ് ഓഫ് ദ റോഡിൻ്റെ ഡെറിവേഷൻ ഇതങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. ബാങ്കിങ് ഓഫ് ദ റോഡ്. ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ബാക്കി ഡെറിവേഷൻ ഞാനിവിടെ ഇതിനകത്തല്ല, ബാക്കി ഡെറിവേഷൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അതിൻ്റെ ബാക്കി ഡെറിവേഷൻ ഇവിടെയാണ്. അപ്പം ഇതിൻ്റെ ബാക്കി ഡെറിവേഷൻ ഇതാണ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ വിത്തൗട്ട് ഫ്രിക്ഷൻ്റെ അല്ല, അത് ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതിനകത്ത് മൈൻഡ് ചെയ്യേണ്ട. ക്വസ്റ്റ്യൻ ഞാൻ വെട്ടിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ അല്ല ഇത് വിത്തൗട്ട് ഫ്രിക്ഷൻ്റെ ആണ്, ഇതല്ല. അപ്പം ഇതാണ് അടുത്ത അതിൻ്റെ അത്. മനസ്സിലായില്ലേ? ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക.
ഫൈനലി ഇതിൻ്റെ ലാസ്റ്റത്തെ ഇതാണ്. അപ്പം ഇത്രയും സ്റ്റെപ്പുകൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇത് ന്യൂട്ടൺസ് തേർഡ് ലോൻ്റെ അല്ല കേട്ടോ, ഇത് ഞാൻ അതിനകത്തെ സ്ലൈഡ് ഇതിൻ്റെതാണ്. ഓക്കെ അല്ലേ? അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കാണ് വെയിറ്റേജ്. ആ 8 മാർക്കിൽ 4 മാർക്കും വരാറുള്ളത് പൊതുവെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഇവിടെ ചെറുതാക്കിയിട്ട് എഴുതി തരാം. അപ്പം നമുക്ക് 2 ഡെറിവേഷൻസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് എന്താണ്? ബാങ്കിങ് ഓഫ് ദ റോഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഫ്രിക്ഷൻ നോക്കുന്നില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രിക്ഷനും കൂടി നോക്കുന്നുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് എന്ത് മതി? ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു N, അതിനെ മുകളിലേക്ക് എന്ത് ചെയ്യണം? ഒരു കമ്പോണൻറ്റ് വരയ്ക്കണം. അപ്പം ബാങ്കിങ് ഓഫ് ദ റോഡ് വിത്ത് ഫ്രിക്ഷനും വിത്തൗട്ട് ഫ്രിക്ഷനും ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു റോഡ് ഇത്രയും കുത്തനെ ആക്കണ്ട, കുറച്ചങ്ങോട്ട് ചെരിച്ചാൽ സ്ലോപ്പ്, വണ്ടി വീണ് പോകില്ല ഇവിടുന്ന്. അപ്പോൾ ഇത്രയും ചെരിക്കണ്ട, മനസ്സിലായില്ല? ഒരു നോർമൽ വണ്ടി നിൽക്കാൻ പറ്റുന്നൊരു ചെരിവ്. ഓക്കെ, ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഇവിടെ വണ്ടി നിൽക്കുന്നുണ്ട്. വണ്ടിയുടെ നോർമൽ റിയാക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ഭൂമി വണ്ടിയെ വലിക്കുന്നത് mg എന്ന് നിങ്ങൾ താഴോട്ടേക്കും എഴുതുക. എന്നിട്ട് ഈ Nനെ നിങ്ങൾ mgയുടെ മുകളിലേക്ക് ഒരു കമ്പോണൻ്റ് ആക്കുക. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇത് N കോസ് തീറ്റയാണ്. mgക്ക് എപ്പോഴും N കോസ് തീറ്റയാണ് വരിക. ഇങ്ങോട്ടേക്ക് N സൈൻ തീറ്റയാണ് വരിക. അപ്പം ആദ്യത്തെ കേസിൽ ഫ്രിക്ഷൻ ഇല്ല. അപ്പം അത് വളരെ സുഖമാണ് പറയാൻ. സെൻറ്ററിലോട്ടുള്ള ബലം എന്താണ്? mv²/r ആണ്. അപ്പം mv²/r = എന്താണ്? N സൈൻ തീറ്റയാണ്. mg എന്താണ്? മുകളിലോട്ട് അത് N കോസ് തീറ്റയാണ്. ഇനി ഇത് ചുമ്മാ 1/2 ഡിറൈവ് ചെയ്യാൻ ഇത് വളരെ സിമ്പിളാണ്. ഇതിനകത്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ mv²/r / mg = N സൈൻ തീറ്റ/N കോസ് തീറ്റ എന്ന് വരും. അപ്പോൾ എന്നൊക്കെ വെട്ടിപ്പോയി, അവിടെ ടാൻ തീറ്റ എന്ന് വരും. സൈൻ തീറ്റ/കോസ് തീറ്റ. ഇവിടെ m ഒക്കെ വെട്ടിപ്പോവും. ഇവിടെ v²/rg എന്ന് വരും. = ടാൻ തീറ്റ എന്ന് വരും. v² എന്ത് വരും? rg ടാൻ തീറ്റ എന്ന് വരും. v = എന്ത് വരും? √rg ടാൻ തീറ്റ എന്ന് വരും. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. മനസ്സിലായോ? മനസ്സിലായല്ലോ? ഇത് നമുക്ക് വിത്തൗട്ട് ഫ്രിക്ഷൻ ആണ്. ഇവിടെ ഫ്രിക്ഷൻ എടുക്കുന്നില്ല. ഇനി എന്ത് ചെയ്യും? ഈ റോട്ടിൽ നമ്മൾ 2 കേസുകൾ ഫ്രിക്ഷനും കൂടി അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്ത് വരും? ഇവിടെ നമുക്ക് അതിനകത്ത് ഫ്രിക്ഷനും കൂടി വരും. അപ്പോൾ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇവിടെ ഇപ്പം ഇതിനകത്ത് N വരും. Nനെ ഇങ്ങോട്ടേക്ക് നമ്മൾ എന്താക്കും? N കോസ് തീറ്റയാക്കും. Nനെ ഇങ്ങോട്ടേക്ക് എന്താക്കും? എന്നൊക്കെ നേരേക്ക് വരയ്ക്കാട്ടോ. Nനെ ഇങ്ങോട്ടേക്ക് എന്താക്കും? N സൈൻ തീറ്റയാക്കും. ഓക്കെ, N സൈൻ തീറ്റയാക്കും. ഇനി Nനെ നമ്മൾ അങ്ങനെ വരച്ചു. ഇനി അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? mg നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യും? mg ഇങ്ങോട്ടേക്കുണ്ട്. ഓക്കെ, കുറച്ച് സെൻറ്ററിൽ നിന്ന് റെഡിയാക്കും. mg ഇങ്ങോട്ടേക്കുണ്ട്. അതിന് പുറമെ ഇവിടെ എന്തുണ്ട്? fs ഉണ്ട്. ഈ fsനെ ഇങ്ങോട്ടേക്ക് എന്താക്കണം? ഇത് N സൈൻ തീറ്റയാണ്. അപ്പോൾ fsൻ്റെ എന്താ വരിക? കോസ് തീറ്റയാണ് വരിക. ഇവിടേക്ക് N കോസ് തീറ്റയാണ്. അപ്പോൾ അടിയിലേക്ക് എന്താണ്? കോസ് തീറ്റയല്ലേ അങ്ങോട്ടേ. അപ്പോൾ ഇത് fs സൈൻ തീറ്റയാണ് വരിക. അതായത് ഇവിടെ സൈൻ തീറ്റയാണെങ്കിൽ fsൻ്റെ കോസ് തീറ്റയാണ് വരിക. അങ്ങോട്ടേക്ക് N കോസ് തീറ്റയാണെങ്കിൽ അടിയിലേക്ക് fs സൈൻ തീറ്റയാണ് വരിക. ഇത് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ സെൻറ്ററിലോട്ടുള്ള ബലം എന്താണ്? mv²/r ആണ്. അതിവിടെ 2 എണ്ണം ഉണ്ട്. N സൈൻ തീറ്റയും ഉണ്ട്, fs കോസ് തീറ്റയും ഉണ്ട്. ഇനി ഇങ്ങോട്ട് അടിയിലേക്ക് 2 ആളുകളുണ്ട് ഇവിടെ. mg പ്ലസ് എന്തുണ്ട്? fs സൈൻ തീറ്റ ഉണ്ട്. അതാണ് എന്ത്? മുകളിലേക്കുള്ള ബാലൻസ് N കോസ് തീറ്റ. അപ്പം അടിയിലേക്കുള്ളതും മുകളിലേക്കുള്ളതും എന്താണ്? ബാലൻസ് ആക്കി എന്ന് പറയുകയാണ്. ഇനി നമുക്ക് mg മാത്രം മതി ഇവിടെ. അപ്പോൾ mgനെ ഇവിടെ നിർത്തുക. fs സൈൻ തീറ്റേനെ എന്ത് ചെയ്യുക? അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. fs സൈൻ തീറ്റേനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. ഇത് ഇക്വേഷൻ 1, ഇത് 2, ഇത് 3. അപ്പോൾ 1/3 ആണ് ഇവിടെ ചെയ്യേണ്ടത്. ഇക്വേഷൻ 1/3. അപ്പോൾ എന്ത് വരും? mv² mg നേരത്തെ പോലെ തന്നെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അത് കട്ടായി പോയിട്ട് mv²/r / mg എന്ന് വരും. പിന്നെ ഇവിടെ ഉള്ളത് എന്താണ്? N സൈൻ തീറ്റ പ്ലസ് fs കോസ് തീറ്റ. ഇവിടെയോ N കോസ് തീറ്റ മൈനസ് fs സൈൻ തീറ്റ. ഇനി fsനെ നമ്മൾ എന്താക്കണം?
മ്യൂ എസ് ഇൻറ്റു എൻ എന്ന് പറയണം. എന്ത് പറയണം? മ്യൂ എസ് ഇൻറ്റു എൻ. എം വി സ്ക്വയറിൽ എമ്മും കട്ടായി. വി സ്ക്വയറിൻ്റെ താഴെ ആർ ജി വരും. വി സ്ക്വയറിൻ്റെ താഴെ എന്ത് വരും? ആർ ജി വരും. അപ്പം വി സ്ക്വയറിൻ്റെ താഴെ എന്ത് വരും? ആർ ജി വരും. വി സ്ക്വയറിൻ്റെ താഴെ ആർ ജി വരും. പിന്നെ എൻ സൈൻ തീറ്റ, ഇത് എൻ സൈൻ തീറ്റ ഉണ്ടാകും. എഫ് എസിനെ നമ്മൾ മ്യൂ എസ് ഇൻറ്റു എൻ എന്ന് മാറ്റണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂ എസ് ഇൻറ്റു എൻ. ഇവിടെ എൻ കോസ് തീറ്റ പ്ലസ് എഫ് എസിനെ എന്താക്കും? അവിടെ മൈനസ് ആണ്, പ്ലസ് അല്ല. മൈനസ് മ്യൂ എസ് ഇൻറ്റു എൻ സൈൻ തീറ്റ എന്ന് വരും. എൻ എല്ലാ ടേമിലുണ്ട്, കട്ടായി പോവും. എൻ എല്ലാ ടേമിലുണ്ട്, കട്ടായി പോവും. അപ്പോൾ എന്ത് വരും? വി സ്ക്വയർ ബൈ ആർ ജി ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ എന്ന് വരും. എൻ പോയി, ബാക്കിയൊക്കെ സെയിം. കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ എന്ന് വരും. ഇനി അങ്ങോട്ടേക്ക് ഞാൻ ഇതിൻ്റെ ബാക്കി എഴുതുമ്പം എന്ത് വരും? നമ്മൾ എല്ലാ ടേമിൻ്റെ താഴെയും എന്ത് ചെയ്യുക? കോസ് തീറ്റ എന്ന് എഴുതി വെക്കുക. വി സ്ക്വയർ ബൈ ആർ ജി ഈക്വൽ ടു എന്ത് വരും? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ വരും. അതിൻ്റെ താഴെയും കോസ് തീറ്റ എഴുതുക. അങ്ങനെ അത് ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് എല്ലാ ടേമിൻ്റെ താഴെയും എന്ത് എഴുതി വെക്കുക? കോസ് തീറ്റ എന്ന് അങ്ങോട്ട് എഴുതി വെക്കുക. എല്ലാ ടേമിൻ്റെ താഴെയും എഴുതി വെക്കുക എന്ത്? കോസ് തീറ്റ എന്ന്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. വി സ്ക്വയർ ബൈ ആർ ജി ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ആ ഫസ്റ്റത്തെ സൈൻ തീറ്റൻ്റെ താഴെ കോസ് തീറ്റ വരും. മ്യൂ എസ് കോസ് തീറ്റ എന്നുള്ളതിൻ്റെ താഴെ എന്ത് വരും? കോസ് തീറ്റ എന്ന് വരും. ബൈ, ഇനി കോസ് തീറ്റ ഇവിടെ അടിയിലുണ്ട്, ഇതിൻ്റെ താഴെ എന്ത് വരും? കോസ് തീറ്റ എന്ന് വരും. മൈനസ് മ്യൂ എസ് സൈൻ തീറ്റേൻ്റെ താഴെ എന്ത് വരും? കോസ് തീറ്റ എന്ന് വരും. ഇനി നിങ്ങൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റയാണ്. അപ്പോൾ ഇങ്ങനെ വരും. വി സ്ക്വയർ ബൈ ആർ ജി ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് വരും. കാരണം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റയാണ്. പിന്നെ കോസ് തീറ്റയും വെട്ടിപ്പോയി ഒന്നാകും. മ്യൂ എസ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ മ്യൂ എസ് തന്നെയാണ്. അടിയിലോ കോസ് തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 വരും. അപ്പോൾ അവിടെ ഒരു സാധനത്തെ അതേ സാധനം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആണ്. 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. മ്യൂ എസ് ഇൻറ്റു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് ടാൻ തീറ്റയാവും. ഇതെന്താവും? ടാൻ തീറ്റയാവും. ഇവിടെ ഒരു മ്യൂ എസ് ഉണ്ട്. അപ്പോൾ മ്യൂ എസ് ടാൻ തീറ്റ എന്നാവും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? നമുക്ക് വി സ്ക്വയർ ബൈ ആർ ജി അല്ല വേണ്ടത്, വി ആണ് വേണ്ടത്. അപ്പോൾ ആർ ജീനെ എന്ത് ചെയ്യുക? അങ്ങോട്ട് കൊണ്ടുപോയി ഗുണിക്കുക. അപ്പോൾ ആർ ജി ഇൻറ്റു അവിടെ ഉള്ളതൊക്കെ അതേപോലെ തന്നെ എഴുതുക. ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ എന്ന് വരും. ഇനി വി സ്ക്വയർ അല്ല വേണ്ടത്, നമുക്ക് വി ആണ്. അപ്പോൾ അങ്ങോട്ടേക്ക് റൂട്ടാക്കിയിട്ട് എല്ലാവരും റൂട്ടിൻ്റെ താഴെ എഴുതുക. അപ്പം ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ എന്ന് വരും. ഇത് മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. അപ്പം ഇത് അങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. ഇത് ഇത്രയും ചെയ്ത് പഠിച്ചാൽ 4 മാർക്ക് കിട്ടും. ചിലപ്പം വിത്തൗട്ട് ഫ്രിക്ഷൻ ആയിരിക്കും ചോദിക്കുക. ഇത് വിത്ത് ഫ്രിക്ഷനാണ്. ബാങ്കിങ് വിത്ത് ഫ്രിക്ഷനാണ്. ബാങ്കിങ് വിത്ത് ഫ്രിക്ഷൻ. ഇത് വിത്തൗട്ട് ഫ്രിക്ഷൻ. ഇതെന്താണ്? വിത്തൗട്ട് ഫ്രിക്ഷൻ. അപ്പോൾ ഇതൊരു മസ്റ്റ് ഡെറിവേഷനാണ്. ഇത് കുറച്ച് സമയം എടുക്കുന്ന ഡെറിവേഷനാണ്. അടുത്ത ക്ലാസ്സോട് കൂടിയിട്ട് നമ്മൾ ലോസ് ഓഫ് മോഷൻ തീരും. പിന്നെ റൊട്ടേഷൻ ആൻഡ് ഫ്ലൂയിഡിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇന്ന് ലീവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ.